بسم الله الرحمن الرحيم بسم الله العليم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم اللهم صل على سيدنا ومولانا محمد صلاة تليق بكماله وتكون زيادة في شرفه وإكماله وعلى آله وأصحابه وسلم تسليما كثيرا. ഏറ്റവും ബഹുമാന്യരായ സയ്യിദ് അവറുകളെ, മറ്റു ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ്റെ പ്രത്യേകമായ റഹ്മത്തും നഫഹാത്തുകളും ചൊരിയപ്പെടുന്ന മജ്ലിസുകളുടെ കൂട്ടത്തിൽ ആക്കിത്തരട്ടെ. ആമീൻ. ഇതിന് വേണ്ടി ചെലവാക്കപ്പെടുന്ന സമയം മുഴുവനും അല്ലാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിലുള്ള സമയമാക്കി തരട്ടെ. ആമീൻ. ഇന്ന് ഒരു തുടക്കം കുറിക്കലാണ്. പക്ഷേ റമദാൻ അടുത്തത് കൊണ്ട് ഇനി അതിൻ്റെ ബാക്കി എവിടം വരെ എത്തും എന്ന് പറയാൻ കഴിയില്ല. അതായത് പഠിക്കുകയും അതുപോലെ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാവുന്ന വളരെ ബൃഹത്തായ ഒരു സബ്ജക്റ്റാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. വേണ്ടപ്പെട്ടവരുമായി ആലോചിച്ച് അങ്ങനെ ഒരു വിഷയം സെലക്ട് ചെയ്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ. ആമീൻ. അതായത് നമ്മുടെ ജീവിത ലക്ഷ്യം, ഒരു മഖ്സിദ്, ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് നേരെ നമ്മളെ ചൊവ്വായി എത്തിച്ചു തരുന്ന ഒരു പാത നമുക്കുണ്ടായിരിക്കണം. ആ പാതയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ചില കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ലക്ഷ്യം, പാത, അതിലുള്ള പ്രവർത്തനങ്ങൾ, ഈ മൂന്നെണ്ണമാണ് നമുക്ക് ഖുർആനിൻ്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കുവാനുള്ളത്. എന്താണ് നമ്മുടെ ലക്ഷ്യം? നാം ഇവിടെ കോളേജ് സ്ഥാപിച്ചതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇതുപോലെ നാം പഠനത്തിന് വേണ്ടി ഒരുങ്ങിയതിൻ്റെ ലക്ഷ്യം എന്താണ്? മൊത്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകവും ലോകത്തിലുള്ള സകല നിഅമത്തുകളും നമുക്ക് നൽകി അവൻ നമ്മളെ പോറ്റി വളർത്തുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ലക്ഷത്തിൽ പരം അംബിയാ മുർസലീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിലേക്ക് അയച്ചു. അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബുകളും സുഹഫുകളും ഇറക്കിക്കൊടുത്തു. അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? എല്ലാം ഒന്നിച്ചടങ്ങുന്ന ഒരൊറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്താണ്? അൽ ഫലാഹ്. അൽ ഫലാഹ് എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യത്തിൻ്റെ ആകലത്തെ ചുരുക്കം. ഫലാഹ് എന്ന് ഖുർആനിൽ പ്രയോഗിച്ചാൽ അതിൻ്റെ ഭാഷാർത്ഥം എന്താണ്? ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം എന്താണ്? ഭാഷാർത്ഥത്തിൽ അൽ ഫൗസു വൻ നജാത്തു വൽ ബഖാഉ ഫിൽ ഖൈർ എന്നൊക്കെയാണ് ലുഗത്തിൻ്റെ കിതാബുകൾ നോക്കിയാൽ കാണാൻ കഴിയുന്നത്.
അൽ ഫൗസു നമുക്കറിയാം വിജയം, വന്നജാത്തു രക്ഷ, അതുപോലെ തന്നെ വൽ ബഖാഉ ഫിൽ ഖൈർ ഖൈറായ കാര്യങ്ങളിൽ തന്നെ അവസാനം വരെ കഴിഞ്ഞുകൂടുക. ഇതാണ് ഭാഷാർത്ഥത്തിൽ ഫലാഹ് എന്നതിൻ്റെ അർത്ഥം. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം സുഹ്റവർദി റളിയല്ലാഹു തആല അൻഹു അവരുടെ ലോകപ്രസിദ്ധമായ ഗ്രന്ഥം അവാരിഫുൽ മആരിഫിൽ പറയുന്നത് അൽ ഫലാഹു ഇസ്മുൻ ജാമിഉൻ ലിക്കുല്ലി ഖൈറിൻ ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ ഖൈറിനെയും ഉൾക്കൊള്ളിക്കുന്ന ഒരൊറ്റ വാക്കാണ് ഫലാഹ് അല്ലെങ്കിൽ അൽ ഫലാഹ് എന്ന്. ഖുർആനിൽ ഈ ഫലാഹിനെ കുറിച്ച് ഫലാഹ് എന്ന ലഫ്ദ് പറഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ മുഷ്തഖാത്തുകൾ അഥവാ അഫ്ലഹ, ഇതുപോലെ തുഫ്ലിഹൂൻ തുടങ്ങിയ പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ മുഖ്യ ലക്ഷ്യം അല്ലെങ്കിൽ പരമാവധി ലക്ഷ്യം എന്തായി? അൽ ഫലാഹ് എന്ന വിഷയത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ യഥാർത്ഥത്തിലുള്ള ഫലാഹ് നമുക്ക് കരസ്ഥമാക്കാൻ അല്ലാഹു തആല വച്ച മാർഗം എന്താണെന്നാണ്. അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനല്ലാത്ത മറ്റൊന്നില്ലേ ഇല്ല. അള്ളാഹുവിൻ്റെ ദീൻ, വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ദീൻ ഇസ്ലാം മാത്രമാകുന്നു. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹീത ആ ദീനല്ലാത്ത മറ്റൊന്ന് ഒരാൾ ദീനായി സ്വീകരിച്ചാൽ അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് അത് സ്വീകാര്യം കിട്ടുകയില്ല. അവൻ പരലോകത്ത് എല്ലാം നഷ്ടപ്പെട്ടവനായി മാറുകയും ചെയ്യും. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനാണ് അൽ ഫലാഹിലേക്ക് നമ്മൾ എത്തിക്കുവാനുള്ള മാർഗം. ഈ മാർഗത്തിൽ നമുക്കുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇത് നോക്കേണ്ടത്. ഒരു മനുഷ്യൻ്റെ വക്കൽ നിന്ന് ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? ഒന്നിക്കൽ മനസ്സ, അല്ലെങ്കിൽ വാച, അല്ലെങ്കിൽ കർമ്മണ. മൂന്നിൽ പരിമിതമാണല്ലോ. മനസ്സ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടുണ്ടായി തീരുന്ന കാര്യങ്ങൾ. വാച എന്ന് പറഞ്ഞാൽ നാവിലൂടെ അവൻ്റെ വാക്കുകളിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കർമ്മണ എന്ന് പറഞ്ഞാൽ അവൻ്റെ ബാക്കി അംഗങ്ങളിൽ കൂടി ഉണ്ടാക്കുന്നത്. മനസ്സ, വാച, കർമ്മണ. നാലാമത്തെ ഒന്ന് പറയാനില്ല. മനസ്സ എന്ന് പറയുന്നതിൽ എന്തുപെടും? നമ്മളെ ആലിമീങ്ങൾ ഉലമായിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൽബുമായി ബന്ധപ്പെട്ട അഹ്വാലുകൾ. കൽബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അഹ്വാൽ എന്നാണ് പറയുക. ഹാലിൻ്റെ ബഹുവചനമാണ് ഇത്, അഹ്വാൽ. വാച എന്ന് പറയുന്നത് ഖൗല്, അതിൻ്റെ ബഹുവചനം അഖ്വാൽ. കർമ്മണ എന്ന് പറയുന്നത് ഫിഇലി, അഫ്ആൽ. ഈ മൂന്നല്ലാത്ത നാലാമത്തെ ഒന്നില്ല. അപ്പൊ മനസ്സ, വാച, കർമ്മന. മനസ്സ ഉള്ള അഹ്വാലുകൾ, വാച വഴിക്കുണ്ടാകുന്ന അഖ്വാലുകൾ, കർമ്മണ ഉണ്ടാകുന്ന മറ്റു പ്രവർത്തനങ്ങൾ. ഇതാണ് നമ്മുടെ പ്രവർത്തന മേഖല, അതിൻ്റെ മഹല്ല്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ മാർഗത്തിൽ എന്താണ് പ്രവർത്തിക്കേണ്ടത്? ഫലാഹാണ് നമുക്ക് കിട്ടേണ്ടത്. ദീനിലാണ് പ്രവർത്തനം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ പരിശുദ്ധ ഖുർആനുൽ അദീമിൽ ഫലാഹിനെ ബന്ധപ്പെടുത്തിയിട്ട് കുറേ അഹ്വാലുകൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാചകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മറ്റു പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫലാഹ് കിട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഫലാഹ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവുന്ന മനസ്സ, വാച, കർമ്മണയുള്ള അഖ്വാലുകളും അഹ്വാലുകളും അഫ്ആലുകളും, ഇതാണ് നമ്മുടെ പ്രവർത്തനത്തിനുള്ള കാര്യങ്ങൾ. ഇത് നോക്കണം.
ഈ കാര്യങ്ങൾ മനുഷ്യന്റെ ബാഹ്യമായി ബന്ധപ്പെട്ടൊന്നുണ്ട്. നമുക്കറിയാമല്ലോ, വാച മറ്റു കർമ്മണ ബാഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മനസ്സ എന്നുള്ളതോ മനസ്സിന്റെ ബാധനുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിൽ പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളുമുണ്ട്, വർജിക്കുവാനുള്ള കാര്യങ്ങളുമുണ്ട്. എന്നെ നോക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനുൽ അദീമിൽ പലയിടത്തും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ മൂന്നും കൂടി ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറയും, ചിലപ്പോൾ ഒന്ന് മാത്രം പറയും, ചിലപ്പോൾ ഒന്നിലധികം പറയും. ഇതെല്ലാം കൂടി ഒരു അസിലിലേക്ക് നമുക്ക് മടക്കാം. അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിലേക്ക് നാം മടക്കാം. ഇനി ബാക്കിയുള്ള ശാഖാപരമായ കാര്യങ്ങൾ മുഴുവനും ഈ പറയാവുന്ന ഉസൂലുകളിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ആവർത്തിക്കപ്പെട്ട കാര്യവും ആവർത്തിക്കാത്ത ഉസൂലുകളും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധ്യമാകും. എന്ന് നോക്ക് സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്താണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയത്തിന്റെ തുടക്കം. സൂറത്തുൽ മാഇദ ആയത്ത് നമ്പർ 35. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വബ്തഗൂ ഇലൈഹിൽ വസീലത വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. ഇവിടെ നോക്കണം, ഈ ആയത്തൊന്ന് കെട്ടിവെച്ച് നോക്കിയാൽ അടിസ്ഥാനപരമായ 4 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇവിടെ. ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനു എന്ന ആ വിളിയിലൂടെ ആദ്യമായി ഈമാൻ അവർ തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചത്. മറ്റൊക്കെ വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് ആവർത്തിച്ചപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ് അതിനെ കളമൊരുക്കിയിരിക്കുന്നു എന്ന സൂചനയാണ് ആ വിളിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പറയാവുന്ന ഏത് കാര്യത്തിൻ്റെയും തുടക്കത്തിൽ ഈമാനിന്റെ ബേസ് ആദ്യം കളമൊരുക്കിയിരിക്കണം എന്നാണ് ആയത്തിന്റെ സൂചന. നമുക്ക് അതിൻ്റെ അപ്പുറമുള്ളത് കൽപ്പനകളാണ്. ഈ കൽപ്പന ആരോടാണ് പറയുന്നത്? ഈമാൻ ഒരുക്കി വെച്ച് തയ്യാറായി കാത്തിരിക്കുന്നവരോട്, ഫലാഹിനെ ഉദ്ദേശിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവരോട്. അപ്പോൾ ആദ്യം തന്നെ വിളിച്ചു, യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു. വിശ്വാസപരമായ ഈമാനിന്റെ കാര്യങ്ങളെല്ലാം കരഗതമാക്കി ഒരുക്കി ഈമാനോടുകൂടി നജാഹും ഫലാഹും കാത്തിരിക്കുന്ന വ്യക്തികളോട് അല്ലാഹു തആല പറയുന്നത് എന്താ? ഇത്തഖുല്ലാഹ്. അപ്പൊ ഒന്നാമത്തേത് അൽ ഈമാൻ, അതാണ്. രണ്ടാമത്തേത് ഇത്തഖുല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹു തആലാക്കുള്ള തഖ്വയാണ് അടുത്ത കൽപ്പന. മൂന്നാമത്തേത് വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് വസീല നിങ്ങൾ കരസ്ഥമാക്കണം, അല്ലെങ്കിൽ വസീല തേടണം, അത് ഉണ്ടാക്കി തീർക്കണം എന്നതാണ്. നാലാമത്തേത് വജാഹിദു ഫീ സബീലിഹി, അല്ലാഹുവിന്റെ ഫീ സബീലിലുള്ള മുജാഹദയാണ് 4. എന്നാൽ അതിന്റെ പര്യവസാനം ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് ആവേണ്ടത് അതാണല്ലോ, ഫലാഹാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഇവിടെ നോക്കൂ, അപ്പോൾ ഈമാൻ, തഖ്വ, ഇബ്തിഗാഉൽ വസീല, മറ്റൊന്ന് അൽ മുജാഹദത്തു ഫീ സബീലില്ലാഹ്. ഈ 4 മേലിലാണ് ബാക്കി എല്ലാ ഫുറൂഇയായ ശാഖാപരമായ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തി വച്ചിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള മുഫ്ലിഹൂൻ, മുഫ്ലിഹൂൻ തുടങ്ങിയ അഫ്ലഹ എന്ന് പറയുന്നതെല്ലാം ഈ 4-1 അല്ലെങ്കിൽ 4 ഒന്നിലധികം കാര്യങ്ങളിലേക്കോ അത് മടങ്ങും. അപ്പൊ ഖുർആൻ ആ രീതിയിൽ ഒരു വിശകലനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമുക്ക് അർത്ഥമാക്കാൻ കഴിയും. ഇനി നോക്കാം, ഈമാൻ, അതാണല്ലോ ആദ്യത്തെ കാര്യം. ഈമാനിന്റെ മഹല്ല് എവിടെയാണ്? ഈമാനിന്റെ മഹല്ല് കൽബാണ്. അപ്പൊ കൽബിന് ബന്ധപ്പെട്ടിരിക്കുന്ന അഹ്വാലുകളിൽപ്പെട്ടതാണ് ഇത് ഈമാൻ എന്ന് വന്നു. ആ കൂട്ടത്തിൽ ഈമാൻ അഥവാ ശരഈയായ ഭാഷയിലുള്ള ഈമാൻ, ആ കൂട്ടത്തിൽ അതിന് ശാരീരികമായ ബന്ധമുണ്ടോ ഇല്ലയോ, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. യഥാർത്ഥത്തിൽ ഈമാനിന്റെ മഹല്ല് എവിടെ? കൽബിലാണ്. പിന്നെ നോക്ക്, ഈമാനിന്റെ മുതഅല്ലഖാത്ത് എന്താണ്?
ഈമാൻ എന്ന് പറയുമ്പോൾ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ വിശ്വസിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമല്ലോ. എന്നിട്ടല്ലേ അതിനെ മുതഅല്ലഖ. അപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഈമാൻ ഭാഷാപരമായി എടുത്താൽ എന്താർക്കും തസ്ദീഖ് തീർന്നു. തസ്ദീഖ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനെ കൽബ് അംഗീകരിക്കുക. കൽബ് തള്ളുക കൊള്ളോ അല്ല തള്ളണോ കൊള്ളണോ ഇങ്ങനെ മൂന്ന് ഹാലാണ് ഉണ്ടാവുക. ഒന്ന് ഉൾക്കൊള്ളും, മറ്റൊന്ന് തള്ളും, മറ്റൊന്നോ തള്ളണോ കൊള്ളണോ എന്ന ഈ അടയാട്ടത്തിലായിരിക്കും ഉണ്ടാവുക. ഇതാണല്ലോ കൽബിന്റെ അവസ്ഥ. ഒന്നെങ്കിലും എന്താകും കൊള്ളും, അല്ലെങ്കിലോ തള്ളും, അല്ലെങ്കിൽ തള്ളണോ കൊള്ളണോ ഈ തറതുതിൽ നിൽക്കുന്നുണ്ടാകും. ഒന്നിനെ കൽബ് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തള്ളാതെ അത് കബൂൽ ചെയ്ത അവസ്ഥക്ക് പറയുന്നത് തസ്ദീഖ് എന്ന് പറയുന്നത്. എന്തിനെയാണ് തസ്ദീഖ് ആക്കേണ്ടത്? അതിന് മറ്റൊരു കാര്യമുണ്ടാകും. തസ്ദീഖ് ആക്കപ്പെടേണ്ടുന്ന ഒരു മുസദ്ദഖ് ബിഹിയായ സാധനം വേണമല്ലോ. ഭാഷാർത്ഥത്തിൽ എന്തേ ഉള്ളൂ? മുത്തലഖു തസ്ദീഖ്. എന്തിനെ ഏത് രൂപത്തിൽ അംഗീകരിച്ചാലും അവിടെ എന്തായി? ഭാഷാപരമായി ഈമാൻ എന്ന് പറയും. ശറഇന്റെ ഭാഷയിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഭാഷാർത്ഥവും ശറഇയ ഇസ്തിലാഹാത്തും പരസ്പരം വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതായി കാണാം. ഉദാഹരണത്തിന് സ്വലാത്ത്, നമസ്കാരം, ഭാഷാർത്ഥത്തിൽ എന്തായിരിക്കും? ഒരു പ്രാർത്ഥന, അദ്ദുആ, എന്തുമായിക്കോട്ടെ, ഇതാണ് ഭാഷാർത്ഥം. ശറഇയായ അർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ എന്തായിരിക്കും? അഖ്വാലുൻ അഫ്ആലുൻ മഖ്സൂസത്തുൻ മുബ്തദഅത്തുൻ ബിത്തക്ബീർ മുഖ്തതമത്തുൻ ബിത്തസ്ലീം എന്നിങ്ങനെ പോകുന്നു. ചില നിബന്ധനകൾക്ക് വിധേയമായി കൊണ്ടിട്ട് തക്ബീർ കൊണ്ട് തുടങ്ങുകയും സലാം കൊണ്ട് അവസാനിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന പ്രത്യേക രൂപത്തിലുള്ള ചില വാക്കുകളും പ്രവർത്തനങ്ങളും അക്കൂട്ടത്തിൽ എന്തുണ്ടാവും? ദുആയും ഉണ്ടാവും. ഇനി ഖുതുബ എന്ന ഭാഷ എടുത്തു നോക്ക്, കലിമത്ത് എടുത്തു നോക്ക്. ഖുതുബ എന്താ ഭാഷാർത്ഥത്തിൽ? പ്രസംഗം. എന്തിനെ പറ്റി എവിടെ വെച്ച് പ്രസംഗിച്ചാലും ഖുതുബ എന്ന് പറയും. പക്ഷെ അൽ ഖുതുബയായാലോ അതിന് ചില നിബന്ധനകളുണ്ട്, അതിന് പ്രത്യേക ഭാഷ കണക്കുണ്ട്, അതിന് പ്രത്യേക അർക്കാനുകളുണ്ട്. അത് എന്താണ്, പറയുന്ന ആളുകൾക്ക് ചില നിബന്ധനകൾ പാലിക്കാനുണ്ട്, ചില സമയമുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂടി വെള്ളിയാഴ്ചൻ്റെ ഖുതുബെടുത്ത് നോക്കിയട്ടെ, അതെന്തായിരിക്കും? ശറഇയായ ഖുതുബയും. യഥാർത്ഥത്തിൽ പ്രസംഗം എന്ന മാന അവിടെ വരുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കിയാലും കാണാം. അപ്പൊ നമ്മുടെ ചർച്ചാ വിഷയം എന്താണ്? തസ്ദീഖ്. ഒരു കാര്യത്തിനെ കൽബ് അങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിക്കുക. തള്ളണോ കൊള്ളണമോ എന്ന തറതും ഒഴിവാക്കി കൊള്ളുക എന്നതും തള്ളുക എന്നതും ഒഴിവാക്കിയിട്ട് പൂർണ്ണമായി കൊള്ളൽ, അതാണ് എന്ത്? തസ്ദീഖ്. ഇവിടെ ശറഇയായ ഭാഷയിൽ അൽ ഈമാൻ എന്ന് പറഞ്ഞ അൽ ഈമാൻ ഏതാണ്? തസ്ദീഖുർ റസൂലി ബികുല്ലി മാ ജാഅ ബിഹി വഉലിമ മിനദ്ദീനി ബിദ്ദറൂറ. ഇതാണ് ബഹുമാനപ്പെട്ട ഇൽമുൽ കലാമിന്റെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അഖീദന്റെ ഉലമാക്കന്മാർ ഈമാനിനെ കുറിച്ച് പറഞ്ഞ വ്യാഖ്യാനം. തസ്ദീഖുർ റസൂൽ ബികുല്ലി മാ ജാഅ ബിഹി വഉലിമ മിനദ്ദീനി ബിദ്ദറൂറ. അപ്പോൾ മുത്തലഖായ എല്ലാവിധത്തിലുള്ള തസ്ദീഖിൽ നിന്നും മാറിയിട്ട് ഒരു പ്രത്യേക ശൈലിയിലുള്ള തസ്ദീഖിലേക്ക് നാം എത്തിച്ചേർത്തിരിക്കുന്നു, അല്ലേ? എന്താണത്? തസ്ദീഖുർ റസൂൽ. ഇവിടെ അർ റസൂൽ എന്താണ്? അർ റസൂൽ എന്ന് പറഞ്ഞാൽ ആരെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. മറ്റുള്ള മുർസലീങ്ങൾ കൊണ്ട് വിശ്വസിച്ചാൽ പറ്റായികയല്ല നമ്മുടെ ചർച്ചാ വിഷയം അതായതുകൊണ്ട്. അപ്പോൾ അർ റസൂൽ എന്ന കൈത് കൊണ്ട് എന്ത് പുറത്തുപോയി? ഏതെങ്കിലും ഔലിയാക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ അല്ലെങ്കിൽ ഉലമാ അവർ സ്വന്തം വകയായോ തങ്ങളിലേക്ക് മടങ്ങാത്ത രീതിയിലുള്ള എന്തെങ്കിലും പറഞ്ഞ് അത് വിശ്വസിച്ചാൽ നമ്മൾ ഇസ്തിലാഹിയായ ശറഇയ ഈമാനിൽ പെടൂല എന്നർത്ഥം. അല്ലെങ്കിൽ വേറെ ഗ്രന്ഥകാരനോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനോ പറഞ്ഞതിനെ അംഗീകരിച്ചു. അർ റസൂൽ അല്ലാത്തത് കൊണ്ട് എന്താവൂല? നമ്മളെ ഇസ്തിലാഹിയായ ഈമാനിൽ പെടൂല. ഉലമാ പറഞ്ഞാൽ പെടുന്നത് എന്തുകൊണ്ടാണ്? ഉലമാ ആയതുകൊണ്ടല്ല, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അതിന്റെ സനദ് എത്തിച്ചേരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്വന്തം വകയായി പറഞ്ഞാൽ എന്ന് പറഞ്ഞത് അർ റസൂൽ. ഇനി മറ്റൊന്ന് നോക്ക്, ബികുല്ലി മാ ജാഅ ബിഹി. ബികുല്ലി മാ ജാഅ ബിഹി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന എല്ലാം കൊണ്ടും എന്നാണ് തഫ്സീർ പറഞ്ഞത്. അപ്പൊ കുല്ല് എന്ന് പറഞ്ഞത് കൊണ്ട് എന്താ ഉദ്ദേശിക്കപ്പെടുന്നത്? തങ്ങൾ കൊണ്ടുവന്ന എല്ലാം ആയിരിക്കണം. അപ്പോൾ തങ്ങൾ കൊണ്ടുവന്ന 100 കാര്യങ്ങളിൽ 90 കാര്യം ഒരാളെന്താക്കി? തഫ്സീറാക്കി. 10 കാര്യത്തിൽ അയാൾ എന്താക്കി? ഒന്നുകിൽ തള്ളുകയോ അല്ലെങ്കിൽ തറദ്ദുദ് ഉണ്ടാവുകയോ ചെയ്താൽ അയാൾ ഈമാനെ പറ്റി 90% ഈമാനുണ്ട്, 10% ഈമാനില്ല എന്ന് പറയാമോ? പറ്റൂല. പോയ തന്നെ അല്ല. ഈമാനുള്ള ആണ്. ഈമാൻ എന്നുള്ളത് പകുതിയാക്കലോ ഓഹരി വെക്കലോ 10% 90% എന്ന ഒന്നില്ല. ഉണ്ടെങ്കിൽ മുഴുവൻ ഉണ്ടാകണം, ഇല്ലെങ്കിലോ അല്ലെങ്കിൽ പുറത്തു പോകും. അതാണ് കുല്ലുകൊണ്ടുള്ളത്. ഇനിവിടെ നോക്കേണ്ടത് തസ്ദീഖ്. അത് വഉലിമ മിനദ്ദീനി ബിൽ ദറൂറ എന്നും കൂടി ബാദുൽ അയിമത്ത് ഒരു കൈത് കൊടുത്തു. അതെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് എന്താണെന്ന് അതിനോട് പഠിക്കേണ്ടത്. ബികുല്ലി മാ ജാഅ ബിഹി, ബികുല്ലി മാ ജാഅ ബിഹി. ബികുല്ലി മാ ജാഅ ബിഹി എന്നൊരു മുബഹമായ കാര്യമാണല്ലോ. മാ ജാഅ ബിഹി എന്താ കൊണ്ടുവന്നത്? അതൊറ്റ വാക്കിൽ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനാൽ ഇറക്കപ്പെട്ട അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ തങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ആ ഖുർആനിന് യഥാർത്ഥത്തിലുള്ള വ്യാഖ്യാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിരിക്കുന്നു. ആ വ്യാഖ്യാനത്തിന്റെ മൊത്തത്തിൽ എന്ത് പേര് പറയാം? അൽ അഹാദീസ് അല്ലെങ്കിൽ അസ്സുന്ന എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വ്യാഖ്യാനമായി തങ്ങളുടെ വാക്കിലൂടെ, പ്രവർത്തനത്തിലൂടെ, അല്ലെങ്കിൽ തങ്ങളുടെ വിധി നടപ്പിലാക്കലൂടെ, ആഗ്രഹ പ്രകടനത്തിലൂടെ ഇവിടെ എന്തെല്ലാം അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടോ അതാണ് അസ്സുന്ന. അപ്പോൾ തങ്ങൾ കൊണ്ടുവന്ന കുല്ലു മാ ജാഅ ബിഹി എന്ന് പറഞ്ഞ ഇവിടത്തേക്ക് എത്തി. അള്ളാഹുവിന്റെ കിതാബ് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് കൊണ്ടും തസ്ദീഖാക്കൽ എന്നതിലേക്ക് എത്തി. ആ കുല്ലിനെ വ്യാഖ്യാനിച്ചു. അപ്പോൾ വഉലിമ മിനദ്ദീനി ബിൽ ദറൂറ എന്നതിന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊണ്ടുവന്നിരിക്കുന്ന എന്തെല്ലാം? ഒന്ന് കിതാബ്, മറ്റൊന്ന് സുന്നത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർദിന്റെ മുഖാബലയിലുള്ള സുന്നത്തല്ല ഇവിടെ പറയുന്നത്. സുന്നത്ത് എന്നുള്ളത് ഒരു മുസ്തറക്കായ ലഫ്ള. സാഹചര്യത്തിനനുസരിച്ച് അതിന്റെ വ്യാഖ്യാനം മാറും. ഒന്നുമില്ലാതെ വെറും സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ ഒരർത്ഥമുണ്ട് അതിന്, അല്ലേ? കിതാബ്, സുന്നത്ത് എന്ന ഈ രണ്ടെണ്ണം പറഞ്ഞ അവസരത്തിൽ കിതാബിന്റെ മുഖാബലയിൽ പറയപ്പെടുന്ന സുന്നത്തിന് വേറൊരർത്ഥം വന്നു. സുന്നത്ത് ബിദ്അത്ത് എന്ന് പ്രയോഗിക്കുമ്പോൾ ബിദ്അത്തിന്റെ മുഖാബിലയിൽ പറയപ്പെട്ട സുന്നത്തിന് അർത്ഥം മാറി. ഫർദ് സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പറയപ്പെടുന്നതിന്റെ മുഖാബിലയിൽ പറയുന്ന സുന്നത്തിന്റെ അർത്ഥം മാറി. അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് എന്താക്കും? സുന്നത്തിന് അർത്ഥം മാറി വരും. ഇവിടെ ഏതാ പറഞ്ഞിരിക്കുന്നത്? കിതാബിന്റെ കൂടെ പറയപ്പെട്ട സുന്നത്ത്. ഇപ്പൊ അതിൽ സുന്നത്താണെന്ന് പറഞ്ഞാൽ ഫർദിന്റെ മുഖാബിലയിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ കൊണ്ട് അമൽ ചെയ്തു. അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു, അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതാണ് ഇവിടെ പറയപ്പെടുന്ന സുന്നത്ത്. ഇത് എല്ലാ കാര്യങ്ങളും ഒരു മുകല്ലഫായ മനുഷ്യന്റെ മനസ്സിലേക്കോ ശ്രദ്ധയിലേക്കോ പെട്ട് എന്ന് തീരുമാനിക്കാനാകുമോ? വലിയ അഗാധ പാണ്ഡിത്യമുള്ളവർക്ക് നടക്കും. അല്ലാതെ നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക്, നമ്മൾ സാധാരണക്കാരാണ്, സാധാരണക്കാരെ ഗ്രേഡും ഉണ്ടോ എന്ന് കുറച്ചും കൂടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഏതായാലും ഹവാസല്ല. നമ്മൾ സ്വയം വിചാരിക്കല് എന്താ സാധാരണക്കാർ അല്ല, നമുക്ക് സ്പെഷ്യൽ ആളുകളൊന്നും അല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട്, ഏതാണ്ട് 1/4 നൂറ്റാണ്ട് കാലം കൊണ്ട് ഇവിടെ കൊണ്ടുവന്നത് എല്ലാം തസ്ദീഖാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് അറിവിൽപ്പെടാത്ത കാര്യങ്ങളില്ലേ? അപ്പൊ കുല്ല് വന്നിട്ടില്ല. കുല്ല് വരാത്ത കാലത്തോളം ഇയാള് തസ്ദീഖാക്കിയ മുഅ്മിനാണെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം വരൂലേ? അത് സൂക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? വഉലിമ മിനദ്ദീനി ബിൽ ദറൂറ. ദീനിൽ അതുണ്ട് എന്ന് പരക്കെ അറിയപ്പെട്ടത്. അത് അവാമിനും ഖവാസിനും ജാഹിലിനും ആലിമിനും എല്ലാവർക്കും അറിയപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എന്താവൂല? അത് ഈമാനിന്ന് ബദീൽ പുറത്തു പോകൂല.
അതിന് വേണ്ടിയിട്ടാണ് എന്ന് കൈതു കൊടുത്തതിനാവശ്യം. ചുരുക്കത്തിൽ എത്തട്ടെ, ഈ ഇസ്ലാമിൻ്റെ ഭാഷയിൽ, ശറഇന്റെ ഭാഷയിൽ എന്തായി ഈമാനിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കിതാബ്, അതിൻ്റെ വ്യാഖ്യാനമായ സുന്നത്ത്, ദീനിൽ അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താക്കണം, മനസ്സ് ഉൾക്കൊള്ളുക, അത് അംഗീകരിക്കുക എന്നതിലേക്ക് ഇതിൻ്റെ ശറഈയായ ഈമാനിൻ്റെ അർത്ഥം. ഇനി ഈ തസ്ദീഖ് എന്ന് പറഞ്ഞതിനൊരു വ്യാഖ്യാനം കൊടുക്കാറുണ്ട്. ഒരു വ്യാഖ്യാനത്തിൻ്റെ ഒരു വ്യാഖ്യാനം തസ്ദീഖ് എന്താ അർത്ഥം? അൽ-ഇഅ്തിഖാദുൽ ജാസിമുൽ മുതാബിഖു ലിൽ വാഖിഇ അൻ ദലീലിൻ എന്നാണ് ബഹുമാനപ്പെട്ട അയിമത്ത് വ്യാഖ്യാനം കൊടുത്തത്. തസ്ദീഖ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ-ഇഅ്തിഖാദുൽ ജാസിമുൽ മുതാബിഖു ലിൽ വാഖിഇ അൻ ദലീലിൻ. നിങ്ങൾ പഠിച്ചു നോക്കൂ. അൽ-ഇഅ്തിഖാദുൽ ജാസിമുൽ മുതാബിഖു ലിൽ വാഖിഇ അൻ ദലീലിൻ, ഇതാണ് തസ്ദീഖ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കിതാബ് സുന്നത്തിന്റെ ആ മദ്മൂൻ, അത് ഉൾക്കൊള്ളുന്ന സകല കാര്യങ്ങളിൽ സംബന്ധിച്ചും ഇഅ്തിഖാദുൽ ജാസിമുൽ മുതാബിഖു ലിൽ വാഖിഇ അൻ ദലീൽ ആയിരിക്കണം ഈമാനാകണമെങ്കിൽ. ഇതാണ് അംഗീകരിക്കപ്പെട്ട കാര്യം. ഈ ഇഅ്തിഖാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഅ്തിഖാദിന്റെ ആ ഭാഷാർത്ഥം ഒന്ന് പരിശോധിച്ച് നോക്ക്. അഖദ അല്ലേ, ഐന് ഖാഫ് ദാലാണ് അതിന്റെ മാദ്ദ. ഐന് ഖാഫ് ദാല്, അതിന്റെ ഇഫ്തിആൽ ബാബാണ് ഏത്? ഈ ഇഅ്തിഖാദ അല്ലേ. അഖദ ഇഫ്തിആലാക്കി എന്തുണ്ടാവും? ഈ ഇഅ്തിഖാദ. അഖദ എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടി ബദ്ദാക്കി ഈ സാധനങ്ങളാക്കിയാൽ ഇവിടെ സംഭവിച്ചത് ഈ രണ്ട് തുറപ്പ് തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ട് അഖദയാക്കി. അപ്പോ ഇഫ്തിആൽ ബാബിനൊരു പ്രത്യേകത വേണം. ഇത് പെട്ടെന്ന് അയച്ചു മാറ്റാൻ കഴിയാത്ത രീതി നല്ലൊന്ന് മുറുകണം. എന്നിട്ടോ ഒന്ന് കഴിച്ചാൽ നേട്ടേന്ന് മറ്റോട് പറഞ്ഞെല്ലാം കൂടെ സ്പാനറും കടിക്കലും പിടിക്കലും കൂടി ആക്കുമ്പോഴാണ് ഏത്തക്കഥയാവല്. അപ്പൊ എന്താകും? അഖദയിൽ നിന്നുള്ള ഇഫ്തിആൽ ബാബായാൽ രണ്ട് സാധനങ്ങൾ കൂട്ടിക്കെട്ടിയിട്ട് പരസ്പരം അഴിച്ചു മാറ്റാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് മുറുകിയിരിക്കണം. അതാ ഏതാ രണ്ട് സാധനം? ഒന്ന് ഖുർആനിന്റെ, മറ്റൊന്ന് സുന്നത്തിന്റെ മദ്മൂനിൽ പറയപ്പെട്ട വ്യാഖ്യാനിക്കപ്പെട്ട കാര്യമാണ് ഒരു തറഫ്. അതിന് നമ്മുടെ കൽബാണ് മറ്റേ തറഫ്. അപ്പൊ കൽബും ഈ ആശയവും തമ്മിൽ എന്താക്കണം? ഈ തറഫും കൂട്ടിയിട്ട് മുറുക്കി അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ അങ്ങ് കുടുങ്ങിക്കിടക്കണം. ഇതാണ് അൽ-ഇഅ്തിഖാദ് എന്ന് പറയുന്നത്. ഇതാണ് അവന്റെ ഇഅ്തിഖാദാണ്. അത് അവന്റെ ഇഅ്തിഖാദാണ് എന്ന് പറഞ്ഞ ഉള്ളിൽ എന്താ ഉണ്ടാകല്? ഇവന്റെ കൽബും ആ പറയപ്പെട്ട ആശയവും തമ്മിൽ എന്തായി? കുടുങ്ങിക്കിടന്നു. അഴിച്ചു മാറ്റാൻ കുറച്ച് പ്രയാസമുണ്ട് എന്നതിലേക്ക് എത്തിച്ചേർന്നിരിക്കും. ആലോചിച്ച് നോക്കല്ല അതിനെല്ലാം ഇതുകൊണ്ട് ക്ലാസ് പൊട്ടിട്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം, പറഞ്ഞത് ശരിയോ തെറ്റോ. ഞാൻ തങ്ങളോട്, ബഹുമാനപ്പെട്ട തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ട് അതിനെന്തെങ്കിലും അതിന് നിരൂപണം നടത്താനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അത് തങ്ങളെത്തിച്ചതിനെ തീർച്ചയായും ഏത് നോക്കാം. ഇഅ്തിഖാദ് എന്ന് പറഞ്ഞ് അവിടെ എന്താക്കി? അൽ ജാസിം അല്ലേ, ഒന്നും കൂടി കൈത് കൊടുത്തു. അപ്പൊ ഇഅ്തിഖാദിൽ തന്നെ ജസ്മുണ്ട്, ഉറപ്പുണ്ട്. ഒന്നും കൂടെ അത് വെളിവാക്കി പറഞ്ഞു നിന്ന് അൽ ജാസിം. നീങ്ങിപ്പോകരുത്. അപ്പോൾ ഇഅ്തിഖാദുൽ ജാസിം എന്ന വാക്കുകൊണ്ടത് പുറത്തുപോയി. നമ്മുടെ മനസ്സിലേക്ക് ഒരാശയം കടന്നു വരുന്ന അവസരത്തിൽ അത് പല രൂപത്തിൽ കടന്നു വരും. ഒന്നാമത്തത് വഹ്മ് എന്ന് പറയും. ചെറിയൊരു പടി വഹ്മ്, ഒരു സൂചന. ചിലപ്പോൾ എന്താക്കും? അല്പം കഴിഞ്ഞാൽ അത് കൽബിൽ നിന്നങ്ങ് മങ്ങിപ്പോകും. അല്ല, കൽബ് തന്നെ അത് തള്ളിക്കളയും. ഇതാണ് വഹ്മ്. അത് കുറച്ചും കൂടി കടുപ്പം കൂടിക്കഴിഞ്ഞാൽ എന്താകും? ശക്ക് എന്ന് പറയും. ശക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടോ ഇല്ലയോ, അത് ശരിയോ തെറ്റോ, സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ, രണ്ടും തുല്യമായി തുലാസിന്റെ തട്ടൊരുപോലെ തൂങ്ങുന്നത് പോലെ. ഇതാണ് ശക്കിനെന്താകും? അത് ഇസ്ബാത്തിന്റെയും നബിയുടെയും ഇടയിൽ ആരെങ്കിലും നിങ്ങൾക്ക് പറയാലോ, തുല്യ അവസ്ഥയിലാണ് എന്തുണ്ടാകല്? ശക്കിന്റെ സ്ഥിതി ഉണ്ടാകും. മൂന്നാമത്തത്, ഈ ശക്കിന്റെ ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ലേശൊന്ന് കനം കൂട്ടി എന്താകും? കൂട്ടിയ ഭാഗം തൂങ്ങും, മറ്റേത് കുറയും. അപ്പൊ ഈ കൂടിയ ഭാഗത്തിന് എന്താ പേര് പറയല്? വന്ന് എന്ന് പറയും.
അപ്പൊ അതിന്റെ മറുവശം എന്തായി? വഹുമായി. മറുവശം വഹുമ്. ഈ ലന്ന് കുറച്ചും കൂടി മൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പേരെന്താ പറയുക? യഖീൻ. അപ്പൊ യഖീനിൽ എന്തേ ഉള്ളൂ? ഒറ്റ തറഫ് മാത്രമേ ഉള്ളൂ എന്നായി. ഷക്കിന് തുല്യമായ 50-50 രണ്ടുണ്ട്. ലന്നിലോ എന്താ ഉണ്ടാകല്? ഒരു ഭാഗം കുറച്ച് കൂടുതലും മറ്റു ഭാഗം കുറവ്, രണ്ട് തറഫുണ്ട്. യഖീനിലോ ഒറ്റ തറഫേ ഉള്ളൂ. ഉണ്ട് എന്നാണെങ്കിൽ ഇല്ല എന്ന മറ്റൊരു ഭാഗം ഇല്ല, ഇല്ല എന്നാണെങ്കിൽ ഉണ്ട് എന്ന മറ്റൊരു ഭാഗം ഇല്ല. അതാ യഖീൻ. അപ്പൊ യഖീൻ എന്ന് പറഞ്ഞ സാധനം എന്താണ്? അതൊരു വസ്ഫാണ് സാധനം. എന്ത് വസ്ഫ്? ഇപ്പൊ പുതുതായി കേൾക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു സംശയം തോന്നുന്നു. യഖീൻ എന്ന് പറഞ്ഞാൽ എന്തോ അവലേക്കന്മാരെ കുത്തകയാ മറ്റാന്ന്. യഖീന യഖീനു എന്ന് പറഞ്ഞാൽ ഒരു സാധനം അവിടെ നീങ്ങിപ്പോവാതെ തളം കെട്ടി നിന്നു എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. ഈ ഗ്ലാസ്സിൽ ഈ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എവിടെയും ചോർന്നു പോവാതെ നീങ്ങിപ്പോവാതെ ഇതിൽ തന്നെ തളം കെട്ടിയാൽ യഖീനൽ മാഉ ഫീ ഹാദൽ ഗ്ലാസ്, ഈ ഗ്ലാസ്സിൽ വെള്ളം തോർന്നു പോവാതെ തളം കെട്ടി നിൽക്കുന്നു എന്നതാണ്. അപ്പൊ ഈ തളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിന്റെ വസ്ഫാണ് ഏത്? യഖീൻ. തളം കെട്ടി നിൽക്കുന്ന സാധനം. അപ്പൊ ഷഹീദ്, അലീം എന്ന് പറയും പോലെ ഫഈൽ വസിന്റെ എന്താ പറയല്? സിഫത്ത് മുശബ്ബഹ എന്ന് വേണമെങ്കിൽ പറഞ്ഞു അല്ലേ? സിഫത്ത് മുശബ്ബഹ ഫഈൽ വസിനുള്ള അത് വസ്ഫാണ്. അപ്പോൾ നമ്മൾ ഈ ആശയത്തിന് യഖീൻ എന്ന് പേര് വരാനുള്ള കാരണം എന്താണ്? ഇതൊരു കാരണത്താലും മറ്റൊരാളുടെ ഇഷ്കാലാക്കൽ കൊണ്ടോ വേറെന്തെങ്കിലും കാരണത്താൽ നീങ്ങിപ്പോവാതെ കൽബിൽ തന്നെ തളം കെട്ടി നിൽക്കുന്ന ആശയം എന്ന അർത്ഥത്തിനാണ് എന്താക്കി യഖീൻ എന്ന് പറഞ്ഞത്. വസ്ഫ് പറഞ്ഞു, മൗസൂഫ് കളഞ്ഞു എന്നേ ഉള്ളൂ. അല്ലേ? വസ്ഫ് പറഞ്ഞിട്ട് മൗസൂഫ് കളഞ്ഞു. അപ്പോൾ തളം കെട്ടി നിൽക്കുന്ന, നീങ്ങിപ്പോവാതെ തളം കെട്ടി നിൽക്കുന്ന, എന്നെന്നും തളം കെട്ടി കെട്ടിക്കിടക്കുന്ന ഒരാശയം എന്നതിലേക്ക് എത്തിയത് യഖീൻ. അപ്പോൾ അലിയത്തിക്കാതുൽ ജാസിമ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തൊക്കെ പുറത്തുപോയി? വഹ്മ പുറത്തുപോയി. ഇനി ഒന്നുമില്ലാതെ വെറും തസവ്വുറുണ്ടാകും. ഒരു ഹുക്കുമില്ലാതെ വെറും തസവ്വുർ, അതും പുറത്തുപോയി. കാരണം ഇന്നത് ഇന്നതാകുന്നു എന്ന് പറയുന്ന രണ്ട് തുറപ്പ് വേണമെന്നതിന് ഒരു ഹുക്കും ചെയ്യണമെങ്കിൽ, അല്ലേ? ഒരു ഹുക്കും നടത്തണമെങ്കിൽ ഇന്നത് ഇന്നതാകുന്നു രണ്ട് തുറപ്പ് വേണ്ടേ? ഒന്നിക്ക് ഒരു മുബത്തദ, ഒരു ഖബർ, അല്ലെങ്കിലോ ഒരു മൗദൂഅ്, ഒരു മഹ്മൂല്, അല്ലെങ്കിലോ ഒരു മുസ്നദുൻ ഇലൈഹി, ഒരു മുസ്നദ്. രണ്ട് സാധനങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ടുകൊണ്ടാണ് എന്താക്കുന്നത്? ഒരു ആശയം അതിനുള്ള ഹുക്കും കൊടുക്കുന്നത്. ഈ ഹുക്കുമാണ് നമ്മുടെ ഉള്ളിൽ തളം കെട്ടി കിടക്കുന്നത്. അപ്പൊ വെറും തസവ്വുറാത്ത് പുറത്തുപോയി, ജസമില്ലാത്ത ഏത് പോയി? വഹ്മ പുറത്തുപോയി, ശക്ക് പുറത്തുപോയി, ലന്നും പുറത്തുപോയി. ഏത് വാക്കുകൊണ്ട്? അൽ-ഇഅ്തിഖാദുൽ ജാസിമു എന്ന വാക്കുകൊണ്ട് പുറത്തു പോയിരിക്കുന്നു. അപ്പോൾ ഖുർആനിലോ ഹദീസിലോ പറയപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ നാടൻ കഥ കേൾക്കാറുള്ളത് പോലെ, അല്ലെങ്കിൽ ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ച കഥ കേൾക്കാറുള്ളത് പോലെ, മണ്ണാങ്കട്ടയും ഗരിയിലെയും എന്താക്കുന്ന യാത്ര പോയ കഥയെല്ലാം പറയാറുണ്ട്. ഇവിടെ എന്തില്ല? നമ്മളെ കൽബതിന അത് സംഭവമായിട്ട് ഉൾക്കൊള്ളുന്നില്ല. അതിങ്ങനെ ഒരു കഥ കേൾക്കാൻ മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ചോദിച്ചു മണ്ണാങ്കട്ട ഗരിയിൽ യാത്ര പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ലെന്നാണ് അവർ പറയാം. സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ തസവ്വുറിൽ ഇങ്ങനെ പറയൂ. അതൊക്കെ ഇതുപോലെ എന്താക്കിയെന്നോ പാരത്രികമായ കാര്യങ്ങൾ, ഗൈബിയായി വരാവുന്ന കാര്യങ്ങൾ, അതുപോലെ നുബുവത്തിനെ സംബന്ധിച്ച്, റിസാലത്തിനെ സംബന്ധിച്ച്, മലായികത്തിനെ സംബന്ധിച്ചൊക്കെ ഇത്തരത്തിലുള്ള ഒരു ധാരണ മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ എന്തായിട്ടില്ല? നേരത്തെ ഏറ്റിക്കാതായി വന്നിട്ടില്ല എന്നർത്ഥം. ഫദ്ലൻ അൻ ജസ്മിഹി, ജസ്മാവലിന് പിന്നെ കാത്തിരിക്കണം. അപ്പോൾ ഏറ്റിക്കാദുൽ ജാസിം. ഇനി അടുത്ത് തന്നെ നമുക്ക് അടുത്ത കൈതെന്താ പറഞ്ഞത്? അൽ മുതാബിഖു ലിൽ വാഖിഇ, യഥാർത്ഥത്തിൽ ഉള്ളതിനോട് യോജിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തെറ്റായി തെറ്റിദ്ധരിച്ചു കൊണ്ടൊരു സാധനം മനസ്സിൽ കൂട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്താവൂല? ശരിയായ വസ്തുതയാവൂല. ഒരാളെ മനസ്സിലാക്കുന്ന ഇത് സ്വർണമാകുന്നു എന്ന് ഞാൻ അങ്ങ് എത്തിക്കാതെ ചെയ്തു, ജാസിമ എത്തിക്കാതെ ആര് പറഞ്ഞാലും മാറാത്ത രീതിയിൽ ഹാദാ ദഹബുൻ, ഇത് സ്വർണമാകുന്നു എന്ന് എത്തിക്കാതെ ചെയ്തു. വാക്കിനോട് ഒത്തിട്ടുണ്ടോ? ഇല്ലയോ? ഇല്ല. അപ്പോൾ ഇത് തള്ളപ്പെട്ടിന ജഹല് മുറക്കബ്. കാരണം ഈ സാധനം എന്താണെന്നുള്ള ജഹല് അതിന്റെ മുമ്പ് ആദ്യം മറികടന്നു പോയി. ഇത് ജഹലാണെന്ന് ഇവന് തിരിഞ്ഞതുമില്ല. ഇവനെ പറ്റി എന്താ പറയും? റജുലുൻ ലാ യദ്രി വലാ യദ്രി അന്നഹു ലാ യദ്രി.
ഗസാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചല്ലോ, മനുഷ്യന്മാർ 4 തരക്കാരുണ്ട്. ഇത്ര യദിരി വയദിരി അന്നഹു യദിരി. അയാൾക്ക് തിരുവാടുണ്ട്, തിരുവാടുള്ളവനാണെന്ന ബോധവും അദ്ദേഹത്തിനുണ്ട്. അയാളാരാ? ആലിമുൻ പത്തതു. അയാൾ തുടരാൻ പറ്റിയ നല്ലൊരു ആലിമാണ് അദ്ദേഹം. വിവരമുണ്ട്, വിവരസ്ഥനാണ്. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ എന്നുള്ള ആ തിരുവാടും അദ്ദേഹത്തിനുണ്ട്, അല്ലേ? മറ്റൊരാളുണ്ട്, യദിരി വലായദിരി അന്നഹു യദിരി. തിരുവാടുണ്ട്, പക്ഷെ ഇപ്പോൾ അദ്ദേഹം തിരുവാടുണ്ട് എന്ന ബോധമില്ല. അയാളാരാണ്? നായിമുൻ ഫായിഖുദു. അയാൾ ഉറങ്ങുന്ന ആളായിരിക്കും, പറ്റിയെങ്കിൽ ഉണർത്താം, അല്ലേ? മറ്റൊന്നാരാ? റജുലുൻ ലാ യദിരി വയദിരി അന്നഹു ലാ യദിരി. അറിവില്ല എന്ന ബോധവും അദ്ദേഹത്തിനുണ്ട്. അയാളാരാണ്? അയാള് ജാഹിലാന്ന്. അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം, പഠിപ്പിച്ചാൽ ലെവലാവും. മറ്റൊന്നോ ലായതിരി വലായതിരി അന്നഹു ലായതിരി. അറിവില്ല എന്ന അറിവുമില്ല. ഞാൻ അയാളെ പേരെന്താണ്? ജഹല് മുറക്കബ്. അയാൾ അതിന് ലെവലാക്കിയ ശരിയാവില്ല, അയാൾ നന്നാവൂല എന്നാ പറയും. എന്തുകൊണ്ട്? എനിക്കെല്ലാം അറിയാന്നുള്ളത് പിന്നെ പുതിയ അറിവ് സ്വീകരിക്കുമോ? നോക്കണോ? അപ്പൊ നോക്കൂ, ഇവിടെ എന്തായി? ജഹല് മുറക്കമായി മാറി. എന്താ പറ്റിയത്? സ്വർണമല്ലാത്ത ഒരു സാധനത്തിന് സ്വർണമാണെന്ന് തെറ്റിദ്ധരിക്കുകയും അത് എത്തിക്കാതൊരു ജാസ്യമായി കൊണ്ട് നടക്കുകയും ചെയ്തു പോയി. കണ്ടോ? ഈമാനത്തെ പുറത്തു പോകും, നമ്മുടെ ശരയ്യ ഈമാനത്തെ പുറത്തു പോകും. നോക്ക്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലത്തെ സാധാരണ ഒരു മനുഷ്യനാണ് എന്നൊരാളെന്താക്കി എത്തിക്കാതെ ചെയ്തു. ആ എത്തിക്കാതെ തന്നെ മുറുകി പിടിച്ചാണ് ജാസ്യമായി നിൽക്കുന്നു. പക്ഷെ അയാൾ മോമിനെന്ന് പറയാൻ പറ്റുമോ ശറയുടെ ഭാഷയിൽ? എന്തുകൊണ്ട്? സാധാരണ നമ്മളെ പോലത്തെ വെറും സാധാരണീയത്തുള്ള ഒരു വ്യക്തിയാണ് അംബിയാ മുർസലീങ്ങൾ, പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് വാക്കിനോട് യോജിക്കുന്ന ഇത്തിഖാദ് അല്ല, തെറ്റിപ്പോയിരിക്കുന്നു. മനസ്സിലാക്കണേ? അൽ മുതാബിഖു ലിൽ ഇത്തിഖാദുൽ ജാസിമുൽ മുതാബിഖു ലിൽ വാഖിഇ. യഥാർത്ഥത്തിൽ അത് ഒത്തുണ്ടായിരിക്കണം. ഫൽസഫക്കാർക്ക് ഒരു ഇത്തിഖാദുണ്ട്, ആലം മുഴുവനും ഖദീമാണ്. ആര് പറഞ്ഞാലും വിട്ടുകൊടുക്കൂല. ഈ ലോകം മുഴുവനും ഖദീമാണെന്നാണ് അവരുടെ വാദം. പക്ഷേ ഈ ലോകം ഖദീമാണോ? അല്ല. യഥാർത്ഥത്തിനോട് യോജിക്കാത്തത് കൊണ്ട് അവരുടെ ആ ഇത്തിഖാദുൽ ജാസിമ് ഈമാൻ എന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെ പലരെയും ആ വാക്കുകൊണ്ട് പുറത്തള്ളാനുണ്ട്. ഇനി പറയാൻ പോകുന്നത് ഏതാ? അൻ ദലീലിൻ എന്നതാണ് അടുത്തത്. അൻ ദലീലിൻ, എന്തെങ്കിലും ഒരു ദലീലിനെ തുടർന്നായിരിക്കണം അവന്റെ വിശ്വാസത്തിന് അതിന് പിന്തുണ ഉണ്ടായിരിക്കണം. ഇവിടെ നോക്ക്, അൻ ദലീലിൻ എന്നുള്ള സ്ഥലത്ത് അനിദ്ദലീലി എന്നെന്തെങ്കിലും അലിഫിലാമ് കൊടുത്തിട്ടില്ല, നെക്കറയാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആലിമുള്ളതുകൊണ്ട് നക്കിര എന്നൊക്കെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, മറ്റു സ്ഥലത്തിൽ ഈ വലക്കെന്തോ നക്കിര എന്ന് പറയുന്ന കേട്ടത് അത് നമുക്കൊന്നും തിരട്ടില്ല എന്ന് പറയും. ഇവിടെ ഒന്നും ആ പ്രശ്നമൊന്നുമില്ല. അൻദലീലിൻ എന്ത് പറഞ്ഞില്ല? അനിദ്ദലീലി എന്ന് പറയാതെ അൻദലീലിൻ എന്ന് പറഞ്ഞാൽ ഈ ഇഅ്തിഖാദിനെ ഊട്ടി ഉറപ്പിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു ദലീല്, അത് അഖലിയായ ദലീലും ആവാം, നഖലിയായ ദലീലും ആവാം. അഖലി എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ ദലീൽ, നഖലി എന്ന് പറഞ്ഞാലോ ഖുർആനോ ഹദീസോ ഉദ്ധരിച്ചു കൊണ്ടുള്ള ദലീൽ. ചിലപ്പോൾ മറ്റൊരാൾ പറഞ്ഞ ദലീൽ തന്നെ ആവണമെന്നില്ല, ഇവൻ സ്വന്തം ഒരു ദലീൽ ഉണ്ടാക്കിയാലും അത് ഇവനിക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ. അപ്പോൾ അൻ ദലീൽ മനസ്സിലാക്കിയ? അപ്പോൾ ഈ അൻ ദലീലിൻ എന്ന് പറഞ്ഞതാണ് ഇവിടെ ഒരു അയിമത്തിന്റെ ഇടയിൽ ഖിലാഫുള്ളൊരു വിഷയമാണ്. ഇവിടം വരെ പറഞ്ഞതിൽ ഇമാമിങ്ങളുടെ ഇടയിൽ ഖിലാഫില്ല. ഇഅ്തിഖാദുൽ ജാസിമുൽ മുതാബിഖു ലിൽ വാഖിഇ വരുന്നില്ല, ഖിലാഫില്ല. അവസാനം ഖിലാഫ് വന്നവിടത്തേക്ക് അൻ ദലീൽ, അഥവാ ഇഅ്തിഖാദിന് ദലീൽ കൂടിയേ പറ്റൂ അല്ലേ എന്നാണ് ചർച്ച. അപ്പൊ ഈ ദലീൽ ഈമാനിന്റെ ഭാഗമാണോ അല്ല പുറമേ നിന്ന് അതിനെ ശക്തിപ്പെടുത്തുന്ന കാര്യമാണോ എന്നതാണ് ആദ്യത്തെ തർക്കം. മനസ്സിലാക്കണേ? ഈമാനിന്റെ ഭാഗമാണോ ദലീല്, അല്ല അതിനെ ശക്തിപ്പെടുത്താനുള്ള പുറമേയുള്ള സാധനമാണോ? പുറമേയുള്ള സാധനമാണെങ്കിൽ ശാഖാപരമായ കാര്യത്തിൽപ്പെട്ടു.
അപ്പോൾ ഒരാൾ ദലീൽ ഒഴിവാക്കാൻ ഉദറുള്ള മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് മാപ്പ് കിട്ടുമെന്നായി. ഏതുപോലെ റമദാൻ മാസത്തിൽ നോമ്പെടുത്ത് നോക്കിയാൽ റമദാൻ മാസത്തിലെ നോമ്പെന്താ പൂർവ്വയായ കാര്യമാണ് അല്ലേ? ഉദര് കൊടുക്കാവുന്ന ഒരാൾക്ക് നോമ്പ് മുറിച്ചോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് ഒഴിവായില്ലേ? ഒഴിവായത് കൊണ്ട് ഇയാൾ കുറ്റക്കാരനാകുമോ? ഇല്ല. അപ്പോൾ ഈ ദലീല് ഈമാനിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് വെക്കുകയാണെങ്കിൽ, പുറമേയുള്ള ഫുറൂഇയ്യാത്തിൽ പെട്ടതാണെങ്കിൽ എന്നുണ്ട് ഇദ്ദേഹത്തിന് ദലീല് സമർത്ഥിക്കാൻ കഴിയുന്ന ഒരാളാണ്, അത് സമ്പാദിക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് എന്താകുക നിർബന്ധമായി മാറും. ഒഴിച്ചു എന്ന കാരണത്താൽ എന്താകൂല, ഈമാനിന്ന് പുറത്തു പോകൂല. മനസ്സിലായില്ലേ? ഈമാനിന്റെ ഇത് അസലിൽ തന്നെ പെട്ടതാന്ന് പറയുമ്പോൾ അവിഭാജ്യ ഘടകം കുറഞ്ഞു പോയപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇവിടെ മുഅ്തമദായ തോന്നിയതാ ദലീല് സമർത്ഥിക്കുവാനും അത് ഗ്രഹിക്കുവാനും കഴിയുന്ന പക്വതയുള്ള ഒരു ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം ദലീല് ഫുറൂഇയ്യായ കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു. അത് കഴിവുള്ളതോടൊപ്പം ഒഴിവാക്കിയാൽ അവൻ കുറ്റക്കാരനാകും. കഴിവില്ലാതെ കൊണ്ട് ഒഴിവാക്കിയതാണെങ്കിൽ അവൻ കുറ്റക്കാരനാവില്ല, അവൻ മഅ്സൂറാണ് എന്നതിലേക്ക് എത്തി. ഇതാണ് അതിനെപ്പറ്റി മൊത്തത്തിൽ പറഞ്ഞ 10-12 കൗലുകളിടയിൽ ഏറ്റവും പ്രബലമായ കൗലാണ് പറഞ്ഞു വന്നത്. ദലീൽ എന്തിൽപ്പെട്ടു? ശാഖാരമായ ഫുറൂഇയ്യാത്തിൽപ്പെട്ടിരിക്കുന്നു. ആ ഫുറൂഇയ്യാത്ത് കൊണ്ടുവന്ന കഴിവുള്ളവനാണോ അല്ലയോ? കഴിവുള്ളവനാണെങ്കിൽ കൊണ്ടുവന്നേ പറ്റൂ, അദ്ദേഹത്തിന് മാപ്പില്ല. കഴിവില്ലാത്തവനാണോ എന്നാൽ കൊണ്ടുവരേണ്ടതുമില്ല. ഈമാൻ സഹീഹാണ്. സക്കാത്ത് കൊടുക്കൽ ഉസൂലിയ്യ ഫുറൂഇയ്യോ? ഫുറൂഇ അല്ലേ? ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പൈസയില്ല, സാമത്ത് വേണ്ടേ? അപ്പം അയാൾ എന്താക്കി? ഒഴിവാക്കി, സക്കാത്ത് ഒഴിവാക്കി. സക്കാത്ത് ഒഴിവാക്കിയാൽ അയാൾ കുറ്റക്കാരനാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? സാമ്പത്തികമായ ഉപാധിയോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എന്താക്കിയത് ഈ സക്കാത്ത് കൊടുക്കൽ വാജിബാക്കിയത്. എന്നതുപോലെ തന്നെ അഖലിയോ നഖലിയോ ആയ ഒരു ദലീൽ അവന് സമർത്ഥിക്കാൻ സാധ്യമാണെങ്കിൽ അവ കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ നമ്മളൊക്കെ ഏത് കൂട്ടത്തിലാണ് ഉള്ളത്? കഴിയുന്നവരുടെ കൂട്ടത്തിലാണ്, കഴിയാത്ത കൂട്ടത്തിലാണ് ഉള്ളത് പറഞ്ഞാൽ നമ്മളെപ്പറ്റി സ്വയം പറയാലോ. എന്തിനാ അവിടെ കാര്യം പറയാൻ? കഴിയുന്നതിനൊക്കെ കേൾക്കുന്നുണ്ട്, ബാക്കി കേൾക്കുന്നില്ല. കഴിയാത്തവരുണ്ടാ? ഈ കൊല്ലാത്തിൽ കിതാബ് ഓതിയിട്ട് കഴിയാത്തവരുണ്ടെന്ന് പറയുന്നത്? എത്ര കൊല്ലം കിതാബ് ഓതി? കഴിയാത്തവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല നിങ്ങളെ നേരെ മറിച്ച് പാവപ്പെട്ടൊരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്കൊന്നും അറിഞ്ഞൂടെ പുലർക്കാത്ത? അതെ, നമുക്കതൊന്നും അറിയില്ല. കഴിവുള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫുറൂഇയ്യായ കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവുള്ളവരുടെ മേൽ നിർബന്ധമായ കാര്യമായത് ആ ദലീൽ എന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കിയാൽ കുറ്റക്കാരനാകും. അപ്പൊ എന്താക്കണം? ഇനി ദലീൽ കണ്ടുപിടിച്ചോളൂ തന്നെ. ഒന്നിക്ക് അക്കരിയായ ദലീല്, അല്ലെങ്കിൽ നക്കലിയായ ദലീല്, അല്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടത്തക്ക രീതിയിലുള്ള അക്കരിയായ ദലീൽ ആലോചിച്ച് അതിനെ എന്തെങ്കിലും സ്ഥാപിച്ചുണ്ടാക്കിയാലും മതിയുള്ളൂ. മറ്റൊരാൾ പറഞ്ഞു തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ആലമു ഹാദീസാണെന്ന് പറയാൻ ആലമു എന്താന്ന് മൊത്തമായി ഒക്കലും മൊത്തം ഹാദീസ് ഇതെന്നെ ചൊല്ലിപ്പൊടിക്കണമെന്നില്ല. അതൊരു തത്തമ്മപ്പാട്ട്. വേറെ എന്തെങ്കിലും തെളിവാ നിങ്ങൾ സമർത്ഥിക്കുന്നത് എന്നാലും ഓക്കെ, സ്വീകാര്യമാണ്. അത് അൻ ദലീലിനെ നെക്കരിയാക്കിയതിന്റെ കളി മനസ്സിലായില്ല. ആ വിഷയത്തിൽ ബാബു വളരെ വിശാലമാണ്, തുറക്കപ്പെട്ട വാതിലാണ് അൻ ദലീലി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിടത്തോളെത്തി തസ്ദീഖുർ റസൂലി ബികുല്ലി മാ ജാഅ ബിഹി വഉലിമ മിനദ്ദീനി ബിദ്ദറൂറ എന്ന മനസ്സത്തേക്ക് അതിനെ കെട്ടയിച്ചു പറഞ്ഞാലോ? അർ-റസൂൽ എന്ന് പറഞ്ഞാൽ ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഏത്? മൊത്തത്തിൽ 23 കൊല്ലം റസൂലായി കൂടെ കൊണ്ടുവന്നത് അള്ളാഹുവിന്റെ ഖുർആൻ. മറ്റൊന്നോ അതിന്റെ വ്യാഖ്യാനമായ അസ്സുന്നത്തു. രണ്ടെണ്ണം. ഇതിലുള്ള മതമോൻ അതിൻ്റെ ഉള്ളിലുള്ള എന്താണോ അത് മുഴുവനും കൽബന്താക്കണം, അംഗീകരിച്ച് ഉൾക്കൊള്ളണം. തള്ളാനും പറ്റൂല, തള്ളണോ കൊള്ളണോ എന്നുള്ള തറതും പറ്റൂല. ഇതല്ലേ ആ തസ്ദീഖ് എന്ന് പറഞ്ഞ ആകണമെങ്കിൽ എന്ത് വേണം? അൽ ഇഅ്തിഖാദുൽ ജാസിമുൽ മുതാബിഖു ലിൽ വാഖിഇ അൻ ദലീലിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വെറും തസവ്വുറാക്കൽ മാത്രം പുറത്തുപോയി, വഹ്മ് പുറത്തുപോയി, പിന്നെ ശക്ക് പുറത്തുപോയി,
ലന്നും പുറത്തു പോയി അവസാനം എന്തായി? ഒറ്റ തലപ്പുള്ള യക്കീൻ. യക്കീൻ അർത്ഥം മനസ്സിലായല്ലോ? ഫഈൽ വസനിലുള്ള ഒരു വസ്ഫാണ്. അപ്പൊ ഈ ആശയം എന്തായി? മനസ്സിന്റെ പരിധിയിൽ നിന്നും വെടുതി പോവാതെ, തള്ളപ്പെട്ടു പോവാതെ, ചോർന്നു പോവാതെ കെട്ടിക്കിടക്കുന്ന ആശയമായി മാറിയത് അല്ലേ? അവിടെ അപ്പൊ യക്കീനാകണം. ഇനി ഒന്നും കൂടി ചുരുക്കി പറഞ്ഞാലോ, ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ റസൂലായി വന്നത് മുതൽ ഏതാണ്ട് കാൽ നൂറ്റാണ്ട് കാലം ഇവിടെ കേൾപ്പിച്ചതും കാണിച്ചു തന്നതും വ്യാഖ്യാനിച്ചതും തങ്ങൾ കൊണ്ടുവന്നതും എല്ലാമായ ഖുർആൻ സുന്നത്തിന്റെ മضمൂൻ എന്താകണം? നമ്മുടെ മനസ്സിൽ തള്ളപ്പെട്ടു പോവാതെ ആശയം കെട്ടിക്കിടക്കുന്ന സാധനമായിരിക്കണം. അതാണ് ഏത്? ഈമാൻ എന്ന് അർത്ഥം. അവിടത്തേക്ക് എത്തിയല്ലോ. അല്ല ഈമാൻ യഖീനൊന്നും വന്ന തെറ്റില്ല. ഇതെന്താക്കുന്ന ഈ കെട്ടിക്കിടക്കലിന് പല ഗ്രേഡുകളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 ഗ്രേഡാക്കി തിരിക്കാം. ഏതുപോലെ ഈ ഫാൻ തിരിക്കുന്നതാണില്ലേ, ഇതിനെത്ര ഗ്രേഡ് ഉണ്ടാകും? ഒരു 1-ാം ഗ്രേഡ്. അപ്പൊ സ്പീഡ് കുറച്ചുണ്ടാവും. കുറച്ചും കൂടെ കൂട്ടിയാലോ? അതിൻ്റെ അപ്പുറം കൂട്ടിയാൽ അത് മാക്സിമം. പക്ഷെ മറ്റൊരു ഇലക്ട്രോണിക്സ് ഇതുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ? അവിടെ എന്തുണ്ടാകും? ഇതിന്റെ 1-ന്റെയും 2-ന്റെ ഇടയിൽ വാസിത കാണാൻ കഴിയൂല. ഞാൻ പറയുന്നത് ഇത് 1-ാം സമയം തിരിച്ചപ്പോ 1.5 എന്ന് പറഞ്ഞാക്കാൻ കഴിയുമോ? സ്വിച്ചിട്ടിട്ട് കഴിയൂല. മറ്റേ ഇലക്ട്രോണിക്സിന്റെ ഇടയിൽ എന്തുണ്ടാവും? കുറെ മറാത്തിമ്പ് മങ്ങിക്കിടക്കുന്നുണ്ടാവും. ഇങ്ങനെ തിരിക്കും തോറും കൂടി വരും അതിന്റെ കുഴപ്പത്തുന്നത് വരെ. അപ്പൊ നമുക്ക് പഠന സൗകര്യത്തിന് വേണ്ടി എന്താക്കാം? 3 ഗ്രേഡാക്കാം. ഇത് നമ്മുടെ യഖീനിനാണ്. പഠന സൗകര്യത്തിന് വേണ്ടി 3 ഗ്രേഡ്. എന്താ 1-ാമത്തെ ഗ്രേഡ്? ഇൽമുൽ യഖീൻ എന്ന് പറയും. ഇൽമുൽ യഖീൻ അതായത് യഖീനിന്റെ ഇൽമാണ്. അത് ഒരു ഗ്രേഡിന്റെ പേരാണ്. 2-ാമത്തേത് ഐനുൽ യഖീൻ, 3-ാമത്തേത് ഹഖുൽ യഖീൻ. അവിടെ തൽക്കാലം നിർത്താം. ഇടയിലുള്ള മറാത്തിമെല്ലാം കണ്ട് പോട്ടെ. ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? അതിന്റെ ഏറ്റവും ലഈഫായ ഏറ്റവും അടിയിലെ പടിയിലുള്ള ഗ്രേഡാണ് ഇത് ഇൽമുൽ യഖീൻ. ഇയാൾക്ക് എങ്ങനെ അത് കിട്ടി? ഇയാൾ അംഗീകരിക്കുന്ന മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് തഖ്നീദാക്കിക്കൊണ്ട് അയാൾ കരസ്ഥമാക്കിയതായിരിക്കും. പൊതുജനത്തിനോട് ചോദിക്ക്, പരലോകത്തെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചു വച്ചാൽ നീ കിടന്നിട്ട് കിട്ടീന്. ഞാൻ മുടങ്ങാതെ പാലന്ന് കേൾക്കാൻ പോകും. ഉസ്താദ് പറയുന്നതെല്ലാം കേട്ടിട്ട് ഞാൻ മനസ്സിലാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പൊ വേറൊരാളെ കൗല് കേട്ടിട്ടാണ് എന്താക്കിയത് ഇയാൾക്ക് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. ഇതാണ് ഇൽമുൽ യഖീൻ. അയാളേക്കാൾ സമർത്ഥിക്കാൻ കഴിയുന്ന മറ്റൊരാൾ വന്ന് ഇയാൾ അദ്ദേഹത്തിന് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞെല്ലാം അങ്ങോട്ട് പോകും. അങ്ങനെ കുഴപ്പമുണ്ട്. ചില മനുഷ്യന്മാരുണ്ടാവോ സുന്നികളെ വേലയേക്കാൻ വരും. വളരെ കേട്ട് ശരി വെച്ചില്ലല്ലേ, ശരി എന്താണ് തന്നെ പറയണം. പിറ്റേന്ന് ഇതിനെതിരെ മുജാഹിദിന്റെ പരിപാടി വെച്ചു. ആ പരിപാടിക്ക് ചങ്ങായി പോയി. പരിപാടി കേട്ടപ്പോ അയാൾ ആയത്തോതിന് ഹദീസോതിന് എന്താ സമർത്ഥനം ഇന്നാന്ന് പറഞ്ഞെല്ലാം പോക്കാം, ഇതാ ശരിയെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ എന്താക്കി? തള്ളി. 3-ാമത്തെ ഒന്ന് കേട്ടാൽ അതായിരിക്കും ശരി. അപ്പൊ ഇൽമുൽ യഖീൻ എന്താക്കുന്ന ഇയാളുടെ ഹൃദയത്തിനെ കവർന്നെടുക്കുന്ന, അദ്ദേഹത്തിനെ വശീകരിക്കുന്ന ഒരാളുടെ സാമർഥ്യം കൊണ്ട് എന്താക്കാൻ കഴിയും? അത് തള്ളിപ്പറയാൻ കഴിയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കിടക്കുന്നത്. എന്നാലും ഈ പൊതുജനത്തിനെ മുഴുവൻ നമുക്ക് പുറത്തള്ളാൻ പറ്റുമോ? അവരെ മുഴുവൻ ദലാലത്താന്ന് പറയാൻ പറ്റുകയും ചെയ്യൂല. അതുകൊണ്ട് തൽക്കാലം എന്താക്കാൻ 1-ാം ഗ്രേഡ് അംഗീകാരം കൊടുക്കും. പക്ഷെ അവരെ പിടിച്ചു നിർത്താൻ കഴിയണം. അപ്പൊ ഇൽമുൽ യഖീനിൽ ആകെന്താ ഉണ്ടാകല്? ഇദ്ദേഹത്തെ അംഗീകരിച്ചിരിക്കുന്ന മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് എന്താക്കി? ഉൾക്കൊണ്ടതായിരിക്കും. മനസ്സിലാകുന്നില്ല? അടുത്ത മറുപടി, അടുത്ത സ്റ്റെപ്പ് ഐനുൽ യഖീൻ. ഐനുൽ യഖീനില് അത് പൂർത്തിയാകണമെങ്കിൽ എന്ത് വേണം? ദലീല് കൂട്ടിച്ചേർക്കണം. ഇവിടെ ദലീല് കൂട്ടിച്ചേർത്താൽ ദലീലിന്റെ പിൻബലത്തോടു കൂടി എന്താക്കും? മറ്റേയാളെ പിൻവലിച്ച് കളഞ്ഞാലും ദലീലുള്ളത് കൊണ്ട് എന്താക്കും? ഇവിടെ ഉറച്ചു നിൽക്കും. അപ്പോ ബാർപ്പെട്ട മാതിരിയായി. ആദ്യം ബാർപ്പെട്ട 1-ാം ദിവസം അതിന്റെ നിപ്പിന്റെ വെള്ളം നിൽക്കുന്നത് അടിയിലഴിച്ച കുറെ കുന്തങ്ങളുണ്ട്, കുറെ സ്റ്റാൻഡിങ് അല്ലേ?
അതെങ്ങാനും തട്ടിക്കളഞ്ഞെങ്കിൽ മാർബലിനുള്ളിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം നനച്ചവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തായെന്നറിയോ, അടിയിലെ തള്ളങ്ങ് തട്ടിക്കളഞ്ഞാലും കുന്നങ്ങ് തള്ളിയാലും മാർബിൾ ഉറച്ചു നിൽക്കും. അപ്പോൾ ദലീലിന്റെ ബിംബലത്തോടുകൂടി എന്താക്കും, ഈ ആശയം കൽബിൽ തന്നെ നിൽക്കും. അപ്പൊ ദലീലിൽ കൂടി കിട്ടിയതാണേത് ഐനുൽ യഖീൻ. മറ്റൊന്ന് ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഇത് നേരിട്ട് ആസ്വദിക്കുന്ന രൂപത്തിൽ അതിന്റെ അനുഭവസ്ഥനായി മാറലാണ്. ഇതാണ് ഹഖുൽ യഖീൻ. അപ്പൊ ഒന്നാമത്തതിൽ മറ്റൊരാളെ തക്ലീദാക്കാം, രണ്ടാമത്തെ മർത്തബയിൽ ദലീൽ സ്ഥാപിക്കാം, മൂന്നാമത്തത് ഒരു നിലക്ക് പറഞ്ഞാൽ നമ്മൾ ഇഖ്തിയാറിൽപ്പെട്ടിട്ടില്ല എന്നാ പറഞ്ഞത്. അതിന്റെ ആമുഖങ്ങൾ ഇഖ്തിയാറിൽപ്പെടുമെങ്കിലും അതിന്റെ തഹഖീഖ് ഇഖ്തിയാറിൽപ്പെടൂല. അത് അല്ലാഹുവിന്റെ വക്കന്ന് കിട്ടേണ്ട സംഗതിയാണ്. അതിന്റെ ആമുഖം നമുക്ക് സാധിക്കുകയും ചെയ്യും. അതോടെ വലിയൊരു ഉദാഹരണം പറയാം. ഇന്നാലിന്ന സ്ഥലത്ത് അങ്ങ് ഒരു കള്ള് ഷാപ്പിന് തീ പിടിച്ചിരിക്കുന്നു. ഞാൻ കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞത് ബോധപൂർവ്വം കാരണം പള്ളിക്ക് തീ പിടിച്ചു ഞാൻ പറയൂല, കോളേജിൽ തീ പിടിച്ചു എന്ന് പറയൂല. അത് ബാക്കിൽ വളരെ ശ്രദ്ധിക്കുന്നതാണ്. പണ്ടൊരു സ്ഥലത്ത് പറഞ്ഞു, ഈ കെട്ടിടത്തിന്റെ പില്ലർ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പില്ലറിന് ഉറപ്പുള്ളിടത്തോളം എന്താക്കാൻ കഴിയും, ആകാശം വരെ എത്രയോ തട്ടുകൾ കെട്ടിപ്പടുക്കാൻ കഴിയും. എന്നാൽ ഏതോ ഒരു സ്ഥാപനത്തിന്റെ പില്ലർ ഒടിഞ്ഞാൽ ശക്തി കുറവാണെങ്കിൽ എന്തായിരിക്കും ചോദിച്ചപ്പോൾ അത് തകർന്നു വീഴും. ഇവിടെ നോക്ക്, ഏതോ സ്ഥാപനം, ഈ സ്ഥാപനം എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? തഫാവുലൻ, ഈ സ്ഥാപനം ഒടിയാനുള്ളതെല്ലാം പറഞ്ഞു. അപ്പൊ ഇപ്പുറത്തൊരാള് പറഞ്ഞ് ഇത്രത്തോളം ശ്രദ്ധിച്ച് സംസാരിക്കുന്നുണ്ടല്ലേ, അവർ സംസാരിക്കാൻ ബോധമില്ലാണ്ട് സംസാരിക്കുന്ന വിചാരിച്ചത്. അപ്പൊ അങ്ങൊരു കള്ളുഷാപ്പിന് തീ പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലെന്താക്കി, കള്ളുഷാപ്പ് എന്താണ്, മുഖത്തതയാണ്, തീ പിടിച്ചിരിക്കുന്നു എന്നുള്ളത് എന്താ, ഖബറാണ്, തർഫാനിയായി. അല്ല മുസനദ് ഇലേയും കൂടെ കിട്ടി, ആയിക്കോട്ടെ തർഫാനി കിട്ടി. അതിൻ്റെ ഉള്ളിലൊരു ഹുക്കുമുണ്ട്, എന്ത്, നഅം അല്ലേ, പിടിച്ചു, ഇസ്ബാത്തല്ലേ, മനസ്സിൽ ഉറപ്പിച്ച്, മനസ്സിൽ തന്നെ പിടിച്ചില്ലേ. നമ്മൾ സംസാര വിഷയമാക്കും, അങ്ങനെ തീ പിടിച്ചിട്ടുണ്ട് പോലും, പരസ്പരം പറയും, ചിലപ്പോൾ വാട്സാപ്പിൽ അയക്കും. എന്താ ഇത് സമർത്ഥിക്കൽ തെളിവെന്താണുള്ളത്, ആരോ പറഞ്ഞിരിക്കുന്നു എന്നാണ്, തക്ലീദ് മാത്രമാണ് അല്ലേ. ഈ വാർത്ത കേട്ട ഉടനെ എന്താക്കിയെന്നറിയോ, ആ പറഞ്ഞ സ്ഥലത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതാ പുക ഇങ്ങനെ പോകുന്നുണ്ട്, വേറുന്നുണ്ട്, കറുത്ത പുക. അപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാണ് കുറച്ചും കൂടി യഖീൻ ഉറച്ചിട്ടുണ്ടോ ഇല്ലയോ, ഉണ്ട്. എന്തുകൊണ്ട്? പുക കണ്ടു, ദലീൽ കണ്ടിട്ടുണ്ട്. ഇനി മറ്റേയാൾ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും എന്താവും, ഇയാൾ സമ്മതിക്കും. അതാ മറ്റേ മണിയടിച്ചോണ്ട് വണ്ടി പോകുന്നുണ്ട്, അതിൽ വെള്ളമുണ്ടോ ഇല്ലോ എന്നൊന്നും അറിയില്ല, ഡ്രൈവർ ഉണ്ടോ ഇല്ലോ ഒന്നും അറിയില്ല, കഴിക്കട്ടെ. ഏതായാലും മണിയടിച്ചോണ്ട് മാമൂല് തീർക്കാൻ വേണ്ടി പോകും. അപ്പൊ കുറച്ചും കൂടി ഉറപ്പായി, ദലീലോടുകൂടി. ഇനി പോട്ടെ, ഞാൻ 3-ാം ഘട്ടത്തിൽ ആ സ്ഥലത്തേക്കൊന്ന് പോയി കാണട്ടെ. പോയ സ്ഥലത്തേക്ക് കൂടെ കണ്ടപ്പോൾ അത് ആ കത്തി എരിയുന്നു, അതാ പുക പോകുന്നു, മറ്റുള്ളവർക്ക് പൊള്ളലേൽക്കുന്നു. ഇതെല്ലാം കൂടി എന്താക്കി ചിലപ്പോൾ ഇയാൾക്ക് തന്നെ ചൂടേറ്റിട്ടുണ്ടാകാം. ആസ്വദിച്ചപ്പോൾ ഇനി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇതാണ് അനുസരിച്ച് ഹഖുൽ യഖീനിന്റെ വർത്തബിലുണ്ടാകുക. അതവിടെ സ്വന്തം ആസ്വദിച്ച ആളായി. അപ്പോൾ ബഹുമാനപ്പെട്ട സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിന്റെ ഈമാന്റെ മർത്തബ ഏതായിരിക്കും? ഇൽമുൽ യഖീൻ അല്ല, ഐനുൽ യഖീനു അല്ല, ഹഖുൽ യഖീനാണ് സഹാബത്തിന്റെ ഈമാൻ റളിയല്ലാഹു അൻഹും. ആ ഹഖുൽ യഖീനായ ഈമാൻ വെച്ചതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം വിട്ടുകിടക്കൂല എന്ന് പ്രവർത്തിക്കുന്നു. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി റളിയല്ലാഹു അൻഹു, പള്ളിയിലിരിക്കുകയാണ്. അങ്ങനെ ഒരു ചെറ്റപ്പൊര, ഓല കൊണ്ടുണ്ടാക്കിയ ചെറ്റപ്പൊരയാണ് മൂപ്പറ താമസം. ചിലർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്ത് തീപിടുത്തം നടന്നിട്ടുണ്ട്, അവിടെ നിങ്ങളെ വീട് മുഴുവനും കരിഞ്ഞു കഴിഞ്ഞ് ചിലക്ക് ബൈക്ക് നിങ്ങളുടെ താറ് കത്തിപ്പോയി എന്ന് പറഞ്ഞു. മൂപ്പർ ബേജാറായ? ഒരു ബേജാറുമില്ല, എൻ്റെ വീട് കത്തുന്നതല്ല എന്നൊരൊറ്റ പറച്ചിലാണ്. എൻ്റെ വീട് കത്തുകയില്ല, അവിടെ കിടത്താൻ പോകേണ്ട ആവശ്യമില്ല, പള്ളി തന്നെ ഇരുന്നു. രണ്ടാമതും മൂന്നാമതും ആള് വന്നിട്ട് പറഞ്ഞു, കത്തിറക്കതാർ, നിങ്ങളെ വീട് കത്തിപ്പോയി, കത്തൂല. പറഞ്ഞോട് പറഞ്ഞു, നീ പോയി നോക്ക് എൻ്റെ വീട് കത്തിയിട്ടുണ്ടോ. പോയി നോക്കുമ്പോൾ ഒരു ഓല പോലും കത്തിയിട്ടില്ല, പരിസരങ്ങളൊക്കെ കത്തിയിട്ടുണ്ട്. മൂപ്പറ വീട്ടിൻ്റെ തകരാറില്ല.
അപ്പം ചോദിച്ചു, എൻ്റെ വീട് കത്തുകയില്ല എന്ന് നിങ്ങൾ തീർത്തു പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്ന ചോദ്യം. എന്ന് പറഞ്ഞത്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദിക്ർ രാവിലെയും വൈകുന്നേരം ഓതിയിട്ടുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിലോ നിന്റെ കുടുംബത്തിലോ നിന്റെ സമ്പത്തിലോ നിനക്ക് ദുഃഖമുണ്ടാക്കുന്ന ഒരു മക്രൂഹത്തും നിനക്ക് വന്നു ചേരുകയില്ല എന്നാലും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കേട്ടു. തങ്ങളുടെ വാക്കിൽ നിന്ന് അത് സ്വീകരിച്ചിട്ട് ഇന്ന് രാവിലെ ഞാൻ ഓതിയ ആളാണ്. അപ്പം ഞാൻ ഓതിയത് ശരിയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ശരിയാണെങ്കിൽ അല്ലേ, രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ എൻ്റെ വീട് കത്തൂല എന്നല്ലേ നെത്തിജ വരേണ്ടത്. അല്ലെങ്കിൽ എന്താകും, ഞാൻ ഓതിയിട്ട് എൻ്റെ വീട് കത്തിയാൽ തങ്ങളും പറഞ്ഞത് കളവായി എന്നല്ലേ വരിക. അവിടെ ഉറപ്പിന്റെ കടപ്പൊന്നൊക്കെ ഇട്ടൊന്നും കുലുങ്ങിയില്ല. ഇതാ സഹാബത്തിന്റെ ഈമാന്റെ പോക്ക്. നമുക്ക് എന്നാലും കത്തിയിലോ ഇല്ലയോ. അപ്പോൾ എന്താകും, തറദുദ് ഇവിടത്തേക്ക് മടങ്ങി പെട്ടതാണ് ഇത് ഈ പറഞ്ഞു കൊടുത്ത വിഷയം ദിക്ർ. മനസ്സിലാകുന്നില്ല? ഈ തറദു എന്താകും, ഇതിനുള്ളിൽ ഇങ്ങനെ കുത്തിക്കളി. സഹാബത്തിന് അങ്ങനെ തറദുദ് ഇല്ലേ ഇല്ല. ആ പറഞ്ഞതിനെ പോലെ തന്നെ അതാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാൽ ഓഹരി കൊടുത്തു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവസാനം എന്താ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തോളിന്ന്. അതും വേണ്ടാന്ന്. എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇദാ വഖഅത്ത് സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവന്റെ വീട്ടിന്റെ മുറ്റത്ത് പോലും ഫഖീർ തരം അടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ മക്കൾ ഓതാറുണ്ട്. അപ്പൊ ഇദാ വഖഅത്തുൽ വാഖിഅത്ത് ഓതിക്കഴിഞ്ഞാൽ ഫഖർ വരാത്ത ഒരവസ്ഥ എനിക്കുണ്ടാകുമ്പോൾ നിങ്ങളോട് ബൈത്തുൽ മാൽ സംഖ്യ വാങ്ങേണ്ടതില്ലല്ലോ എന്ന് മൂപ്പർ നോക്കി പിടിച്ചത് കേട്ടോ. ഇപ്പൊ എന്താക്കുന്നോ, ഇദാ വഖഅത്ത് ഓതിയാൽ ഫഖീർ മാറുന്ന് പറഞ്ഞിട്ടുണ്ടാ. അപ്പം തോന്നുന്നു എന്താണ്, അത് സഹിയാനി തന്നെയാണോ, ബുഖാരി മുസ്ലിമാണോ? ഇപ്പൊ എല്ലാവർക്കും ബുഖാരി മുസ്ലിമാ വേണ്ടത്. ഇതിനിടയ്ക്ക് ഒരാൾ ഞാൻ പറഞ്ഞു, മഗ്‌രിബിന്റെ സമയത്ത് ബിസ്മി ചൊല്ലി വാതിലടക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണ്. അവിടെ ശൈത്താന്മാരുടെ കാരണം തൊട്ടും അതിനെ തുറന്നിട്ടുള്ള ഒരുപാട് ബലാ മുസീബത്തുകൾ തടുക്കാനും അത് ഉതകുന്നു. ഇയാൾ കണ്ടപ്പോൾ ചോദിച്ചു, അത് ഹദീസിലുള്ളതാണോ? അതെ. ബുഖാരി മുസ്ലിമിൻ്റെതാണോ എന്ന് ചോദിച്ചു. പിന്നെ അപ്പം ഞാൻ പറഞ്ഞ്, ഒരാളുടെ കയ്യിൽ ഇങ്ങനെ എന്തോ തിന്നുന്നു. എന്താണോ, ധാന്യന്തരം ഗുളികയാണ്. ധാന്യന്തരം ഗുളിക അത് കോട്ടക്കല്ലേതാണോ? അപ്പൊ ഇയാൾ മനസ്സിലാക്കിയ എന്താ, കോട്ടക്കന്ന് ഉണ്ടാക്കിയാൽ ധാന്യന്തരം ഗുളിക ആകുമെന്ന് മനസ്സിലാക്കിയാണോ? അതിനുണ്ട് നൂറുകണക്കിന് എന്നിട്ട് വൈദ്യശാല ഉണ്ട്. കോട്ടക്കൽ അതിൽപ്പെട്ട ഭാഗം മിന്നുവന്നു. അപ്പൊ ഇയാൾ മനസ്സിലാക്കിയത് കോട്ടക്കുന്നുണ്ടാക്കിയ മരുന്നാകുള്ളൂ തോന്നിയ മാതിരി ബുഖാരി മുസ്ലിം പറഞ്ഞാലേ ഹദീസാകുള്ളൂ എന്നുണ്ടാക്കി പോയത്തക്കാരൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ബുഖാരി മുസ്ലിം മാത്രമാ എത്ര കരടിന്റെ ഹദീസിന് അല്ലേ? മത്തഫക്കൽ ബുഖാരി മുസ്ലിം അല്ലേ? അടുത്തത് ഏതാണ്? മത്തഫക്കൽ ബുഖാരി മംഫറദൽ ബുഖാരി മംഫറദ മുസ്ലിം ഷറത്തു ഷെയ്ഖൈനി അല്ലേ? ഷർത്തുൽ ബുഖാരി ഷർത്ത് മുസ്ലിം ഇങ്ങനെ പോകുന്നല്ലോ ഹദീസിന്റെ ഗരാഡിന്റെ ഇത്. അതിൽ പ്രഗത്ഭരാണ് ആര്? ബുഖാരി മുസ്ലിം. മറ്റുള്ളെല്ലാം കൊള്ളാന്നല്ലല്ലോ അതിന്റെ അർത്ഥം. ബുഖാരിയും മുസ്ലിം റളിയല്ലാഹു അൻഹുമ കണക്കിലെടുത്ത ശുറൂത്തുകളും അതിന്റെ വളായിഫെല്ലാം പാലിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്താൽ അതിന് പവർ ഉണ്ടാകുമല്ലോ. അപ്പൊ ഇവിടെ എന്തായെന്നറിയോ, ഹദീസിൽ തറദ്ദുദ് വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? പറഞ്ഞിട്ടപ്പോ എന്താക്കിയെന്നറിയോ, ഇദാ വഖഅത്ത് ഓതിയാൽ അയാൾ തലക്കന്നെ വായിച്ചു നോക്കില്ല. ഇദാ വഖഅത്തിൽ വാഖിയ, ആ ഖിയാമത്ത് ആ ഭയാനകമായ സംഭവം ഉണ്ടായാൽ ഇവിടെ കടമ്പുള്ള വിഷയമുള്ളൂ. അത് കടമാക്കാനുള്ള ഒരാളും ഉണ്ടാകുന്നില്ല. സത്യമാണ്. ഇതിനകത്ത് കടമ്പിടാനുള്ള വിഷയം തമ്മിലുള്ളത് ഇതാ റുജ്ജത്തിൽ ഇങ്ങനെ പരിഭാഷ എടുത്ത് വായിച്ചു നോക്കി വൈകുന്നേരം വന്നിട്ട് പറയുന്നത് എന്തെന്ന്, കടമ്പിടാനുള്ള ഒരു ഇപ്പൊ ഇതാ വക്കത്തിൽ കാണുന്നില്ല. ഇപ്പം എങ്ങനെ കടമ്പിടുക? ഇതെല്ലാം ഇവിടുന്ന് എടുത്ത രോഗം ഇവിടുന്ന് തുടങ്ങിയെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നു എന്നറിഞ്ഞാൽ അത് മാറ്റിവെക്കാൻ പോണ്ട. അവിടെ ബുദ്ധിക്ക് സ്ഥാനമില്ല. ശരിക്കും പറഞ്ഞാൽ ഇമാം ഖസാനി റളിയല്ലാഹു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണ് രോഗമായിട്ട്
ഒരു ബൈദ്യരെ സമീപിച്ചു. പറഞ്ഞല്ല ഒരു ഉദാഹരണം. ബൈദ്യർ പറഞ്ഞ് ഉള്ളംകാലിന് മരുന്ന് തേക്കുക, ഒരു മരുന്നടിച്ചിട്ട് ഉള്ളംകാലിന് തേക്കാൻ. അപ്പൊ ഇയാള് വരുമ്പോ വൈദ്യരെ കളിയാക്കിയത്, കണ്ണ് രോഗം ചികിത്സിക്കാനാണ് ഞാൻ പോയത്, ഉള്ളംകാലിന് മരുന്ന് തേക്കാൻ അയാൾ നിർദ്ദേശിച്ചു. ഇയാൾ എന്ത് വൈദ്യൻ, എന്ത് പോയത്തക്കാരനായി വൈദ്യർ? രോഗം വന്ന സ്ഥലം പോലെ അയാൾക്ക് അറിയില്ല. കണ്ണ് രോഗം വന്ന കണ്ണിലല്ലേ വരുത്തിച്ചിട്ടുണ്ടത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉള്ളംകാലിനടി ചില ഞരമ്പുകൾ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ നട്ടുച്ച വെയിലിൽ പൊള്ളുന്ന മണിലാട്ടോ കാലെന്ന് വെച്ച് നോക്കിയാട്ടെ, എന്താവും? കണ്ണിന്ന് വെള്ളം ചൂങ്ങും. എന്നാളൊരു വൈദ്യർ മറ്റൊരാൾക്ക് എന്താ ചൂടുള്ള കിഴി വെച്ച് ഉള്ളംകാലിൽ കിഴി വെച്ചപ്പോൾ പിറ്റേന്ന് കണ്ണിന്റെ കാഴ്ച മങ്ങി. എന്താ പറ്റിയത്? ഉള്ളംകാലിന്റെ ഞരമ്പിന് ചൂട് തട്ടിയപ്പോൾ ഇവിടെ വീക്ക്നെസ് വന്നത്. ശരീരത്തിലെ ഞരമ്പുകളുടെ നമ്മൾ നോക്കിയാൽ കാണാത്ത, മൈക്രോസ്കോപ്പ് വെച്ചാൽ പോലും കാണാത്ത ഞരമ്പുകൾ മനുഷ്യന്റെ ശരീരം മുഴുവനും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഹദീസിലുള്ള ചില കാര്യങ്ങളെ മാറ്റിവെക്കാൻ പോയാൽ ഉണ്ടാകുന്നത്, അല്ലേ? ഒരു സഹാബി പള്ളിയിലിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സമയമല്ല സമയത്തൂടെ പള്ളിയിൽ വന്നിങ്ങനെ ദുഃഖിതനായിരിക്കുന്നത് എന്താ? അദ്ദേഹം പറഞ്ഞു, റളിയല്ലാഹു അൻഹു, എനിക്കൊരുപാട് കടബാധ്യത, ചെലവ് വളരെ കൂടുതൽ, വരുമാനം വളരെ കുറവ്. അപ്പൊ ഉത്തരം എന്തായിരിക്കും? കടബാധ്യത, അല്ലേ? അല്ലാഹു അല്ലിമക കലിമാത്ത്, ഞാൻ കുറച്ച് കലിമത്ത് പഠിപ്പിച്ചു തരാം. എന്നെന്താകും? കടയെല്ലാം വേണ്ടി സാമ്പത്തികം ശരിയാവുന്നു. എന്താ പഠിപ്പിച്ചു കൊടുത്തത്? اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. എത്ര അഊദു പറഞ്ഞു? 4 അഊദു പറഞ്ഞു, അല്ലേ? 8 കാര്യം കാവലത്തിലുണ്ട്. ഓരോന്ന് ഇരണ്ടല്ലേ? اللهم إني أعوذ بك من الهم والحزن 2, وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. നിങ്ങൾ ചെല്ലിയാൽ ഇപ്പൊ കടമ്പൂടുക. അപ്പുറം ഇപ്പുറത്ത് നോക്കിയില്ല. എന്ന ആ കുല്ലിയാത്തിൽപ്പെട്ട ഒരു ജുസിയ്യാത്താണ് ഇത്. ഈ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആ തസ്സീഖാക്കി ചൊല്ലി ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് വലിയ സമ്പന്നനായി മാറി. മറ്റുള്ളവർ ഇവരോട് വന്നിട്ട് കടം ചോദിക്കുന്ന ചുറ്റുപാട് വന്നു എന്നാ പറഞ്ഞത്. പിന്നെയും ബാക്കി ഈ കലിമത്തും കടമ്പുടന്നവൻ എന്താ ബന്ധം? ഇവിടെയാണ് ഇന്ന് ഇവിടുന്ന് കൽബിന് തറന്നത്. കൽബിന് പലതരത്തിലുണ്ട്. നല്ല സഹീഹായ കൽബിന്റെ ഉടമകളുണ്ട്, മറ്റു ചിലത് മുനാഫിക്കായ കൽബുണ്ട്, അല്ലേ? മറ്റൊന്ന് ഫീ ഖുലൂബിഹിം മറദുൻ എന്ന് പറഞ്ഞ മറ്റൊന്നുണ്ട്. അപ്പൊ മുനാഫിക്കിന്റെ ഇനമല്ല ഏത് ഫീ ഖുലൂബിഹിം മറദുൻ എന്നാണ് ഇമാം ഗസാലി തങ്ങൾ സമർത്ഥിക്കുന്നത്. എന്തുകൊണ്ട്? വഇദ് യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ. മുനാഫിഖീങ്ങളും പറഞ്ഞു വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ എന്ന് പറഞ്ഞപ്പോൾ വല്ലദീന കൊണ്ട് മുനാഫിഖിനെ നമ്മൾ അത്തബ് ചെയ്തപ്പോൾ രണ്ടും രണ്ടാണെന്നാണ് ഇമാം ഗസാലി തങ്ങളോട് സമർത്ഥനം. സൂറത്ത് അഹ്സാബ് എടുത്ത് നോക്കൂ. وَإِذْ يَقُولُ الْمُنَافِقُونَ وَالَّذِينَ فِي قُلُوبِهِم مَّرَضٌ مَّا وَعَدَنَا اللَّهُ وَرَسُولُهُ إِلَّا غُرُورًا. പക്ഷേ രണ്ട് കൂട്ടക്കാർ ഒരു വിഷയത്തിൽ ഒക്കുന്നുണ്ട്. ഇവിടെ മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറാ എന്ന് പറഞ്ഞ വാക്കിൽ ഇവ രണ്ടാണ് ഒക്കുന്നുണ്ട്. രണ്ട് തരക്കാരാണെങ്കിൽ ഈ കൽബിന്റെ മറന്നാണ് ശരിക്കും പറഞ്ഞ സാധനം. ഈ മറന്ന മാറിക്കിട്ടുണ്ട്. എന്നാൽ എന്താവുള്ളൂ? സംഗതി ഹഖുൽ യഖീനായി മാറുകയുള്ളൂ. അപ്പൊ ഇൽമുൽ യഖീൻ വിട്ട് ഐനുൽ യഖീൻ വിട്ട് ഹഖുൽ യഖീൻ, ഇത് അല്ലാഹുവിന്റെ ഒരു ഔദാര്യമാണ്. നിങ്ങൾ നോക്ക്, അൽ കഹ്ഫ് സൂറത്തിൽ ഇപ്പം അൽ കഹ്ഫ് സൂറത്തിന്റെ കൊണ്ട് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം ബാക്കി إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. أصحاب الكهف പറ്റി അല്ലാഹു തആല പരിചയപ്പെടുത്തി എന്താ? ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം.
കണ്ടോ, ആമനൂന്റെ വായന അങ്ങോട്ടേക്കാണ് മടക്കിയത്. അവർ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരുന്നു, അവർ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരുന്നു അല്ലേ? അപ്പൊ ഒന്നെങ്കിൽ ഇൽമുൽ യഖീനാകാം, അല്ലെങ്കിൽ ഐനുൽ യഖീനാകാം. ഹുദാനെ നാം ഏറ്റിക്കൊടുത്തിരിക്കുന്നു. അപ്പൊ ഏറ്റിക്കൊടുത്തത് ആരാന്ന്? ഹുദാനെ നാം ഏറ്റിക്കൊടുത്തു. അഥവാ അവരുടെ കയ്യിലുള്ള യക്കീനിന് എന്താക്കി എന്നറിയോ? അക്കുൽ യക്കീനാക്കി അല്ലാഹു തആല മറിച്ചു കൊടുക്കുകയാണ്. അതിന് ഇവർക്ക് എന്താ പണി? അവർ കാര്യം ചെയ്തിട്ടുണ്ട്. എന്ത്? വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബുലനാ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ തഫ്സീർ പ്രകാരം അന്നത്തെ ദഖ്യാനൂസ് രാജാവിന്റെ മുമ്പിൽ അവർ ജീവൻ ബലിയർപ്പിച്ചു പോലും തൗഹീദിനെ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു. അഫ്ദലുൽ ജിഹാദി കലിമത്തു ഹഖിൻ ഇന്ദ സുൽത്താനിൻ ജാഇർ, അക്രമം പൊടിക്കപ്പെടുന്ന ജായിറായ സുൽത്താന്റെ മുമ്പിൽ കലിമത്തു തൗഹീദ്, കലിമത്തു ഹഖ് പറയലാണ് അഫ്ദലുൽ ജിഹാദ്. ഇവർ അഫ്ദൽ ജിഹാദ് ചെയ്തു. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ദഖ്യാനൂസ് രാജാവിനെ കൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ടാ പറയുന്നത്. അഫ്ദൽ ജിഹാദ് അവർ ചെയ്തത്. ആ മുജാഹദിന്റെ ഫലമായിട്ടാണ് മാത്രമല്ല എന്ന് പറഞ്ഞു. മൊത്തം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിനെ തുടർന്ന് എന്തെല്ലാം തരത്തിലുള്ള പ്രകോപനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കഴിഞ്ഞാലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് അതെല്ലാം നിസ്സാരമാണ് എന്ന് വെച്ചുകൊണ്ട് മുന്നേറാനുള്ള കൽബിന്റെ അദാർഢ്യത്തിന് ചുരുക്കത്തിൽ പറയാം റബ്ബത്തിനാലാ ഖുലൂബിഹിം, കൽബിന്റെ സ്ഥൈര്യവും ധൈര്യവും നാം പകർന്നു കൊടുത്തിരിക്കുന്നു. അതിനില്ലത്ത് എന്താ പറഞ്ഞത്? ഇത് കാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്. മാത്രമല്ല ഹൗലായ ഖൗമുൻ ഇത്തഖദു, ഇപ്പുറം പറയുന്നുണ്ട് എങ്ങനെ പാവപ്പെട്ട കുറെ ജനങ്ങൾ ദഖ്യാനൂസ് രാജാവിന്റെ പ്രലോഭനങ്ങളിലും പെട്ടിട്ട് അവർ എന്താക്കി? മറ്റുള്ള ഇലാഹുകൾ ആരാധിക്കാൻ തുടങ്ങി. പാപങ്ങൾ അവരെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ തൗഹീദ് മറ്റുള്ള ഇഖ്വാനികൾക്കും കൂടി പകർന്നു കൊടുക്കണം, അവർ ഹിദായത്തിലാവണം എന്നുള്ള താല്പര്യ പ്രകടനം ഒന്നുണ്ട് ഹൗലായ ഖൗമുൻ ഇത്തഖദു എന്ന വാക്കിലുണ്ട്. മനസ്സിലാക്കില്ലേ? അപ്പോൾ ഇൽമുൽ യഖീൻ ഹഖുൽ യഖീൻ ആകണമെങ്കിൽ, ഐനുൽ യഖീനും ഹഖുൽ യഖീനും ആകണമെങ്കിൽ എന്ത് വേണം? അതിന്റെ പിന്നിൽ കുറച്ച് പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടി. ഇത്തരത്തിലുള്ള മുജാഹദ. എവിടെ മുജാഹദ? ഒന്ന്, ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാക്കും സംശയം ജനിപ്പിക്കുന്ന ചില യുക്തിവാദം എന്ന് പറയുന്ന യുക്തി ഇല്ലാത്ത വാദങ്ങൾ എന്താക്കും? കൽബിനുള്ളിൽ നിന്ന് തുരത്തിവിടും. അത് പുറമേ നിന്ന് എഴുത്തിലൂടെയോ പ്രവർത്തനത്തിലൂടെയോ പ്രസംഗത്തിൽ കൂടെയോ നമുക്ക് കേൾക്കും. അന്നേരം മനസ്സിളകി പോകാൻ പറ്റില്ല. അവിടെ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? അത് തന്നെ ശരി, അത് തന്നെയാ ശരി. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ അങ്ങനല്ലേ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അതങ്ങനെ തന്നെ. അപ്പോൾ ഇസ്രാ മിഅ്റാജിന് പോയി രാത്രി തന്നെ തിരിച്ചു വന്നു എന്ന് മക്കക്കാരോട് പറഞ്ഞപ്പോൾ എന്താ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അബൂജഹൽ പറഞ്ഞു, നിന്റെ സുഹൃത്ത് ഇന്നലെ രാത്രിയുടെ അല്പസമയത്തിനുള്ളിൽ ബൈത്തുൽ മുഖദ്ദസിലൊക്കെ പോയി തിരിച്ചു വന്നു എന്ന് പറയുന്നുണ്ട്, അതൊന്നും നീ വിശ്വസിക്കുമോ? തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അന്ന വിശ്വസിച്ചത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചത് തന്നെ. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്? അപ്പൊ എത്ര വേഗതയിൽ സഞ്ചരിച്ചു? അപ്പോൾ 1 മണിക്കൂർ എത്ര സഞ്ചരിക്കും? എത്ര മണിക്കൂറുകൾ പിടിച്ചു? കാൽക്കുലേറ്റ് ചെയ്താൽ ഇവിടെ നടക്കൂല. ഈ ഖവാരിഖുൽ ആദത്ത് കൊണ്ട് അടന്നാൽ ശരിയാവില്ല. അങ്ങനല്ലേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹാക്ക് എന്താക്കി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രം കൊടുത്തിരുന്നു. നമ്മൾ അടുത്ത് ഓതിയതാണ്. അത് കുറച്ച് ഈത്തപ്പഴോ കാരൊക്കെ ഇട്ട് കൊടുത്തു. എപ്പം വേണമെങ്കിലും കയ്യിലിട്ട് വാരാം. അങ്ങനെ കുറേ കാലം കൊടുത്ത് ഇത് തീർന്നില്ല. ഒരു ദിവസം എന്താക്കിയെന്നറിയാം, അളന്ന് നോക്കി. അളന്ന് നോക്കിയപ്പോൾ എന്താ? അന്ന് മുതൽ ആ ഖാദിഖുല്ലാദത്ത് കണ്ടു പോയി അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്താക്കി? ഒരാട്ടിനെ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ പാചകം ചെയ്തപ്പോൾ അതിൻ്റെ ഒരു കുറവ് എടുത്തിട്ടോ കൊടുത്ത്. രണ്ടാമത്തെ കുറവ് കൊണ്ടുവന്നു പറഞ്ഞു, രണ്ടും കൊടുത്ത്. മൂന്നാമത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നിന് 2 കുറവല്ലാണ്ട് മൂന്നാമത്തെ ഉണ്ടാവും നബി എന്ന്. അതോട് കൂടെ കൊടുത്തു. ഖാലിഖുൽ ആദത്തിന് എന്താക്കി? ആദത്ത് കൊണ്ട് വരച്ചു നോക്കി പോയി. തങ്ങൾ പറഞ്ഞു, നീ ആ എതിരെ ചോദ്യം ചോദിച്ചില്ല എന്നെങ്കിൽ ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് എന്താക്കും? 100 പറഞ്ഞ 100 കിട്ടുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കിതാബ് ഓതാൻ വേണ്ടി അല്ലാഹു തആല തൗഫീഖ് ചെയ്ത ഒരു നിഅമത്തിന്റെ അഹ്ലുകാരായ വിഭാഗമാണല്ലോ നമ്മളെല്ലാവരും എന്ന് പറയാം അല്ലേ? അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ച കൂട്ടരാണ്.
ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഈമാനിന് ബേസിക്കലായിട്ട് ഇൽമുൽ യക്കീൻ പോരാ, ഐനുൽ യക്കീനും പോരാ, ഹക്കുൽ യക്കീൻ ആവാൻ ആവശ്യമായ രീതിയിലുള്ള അതിൻ്റെ സ്വന്തം നഫ്സിനോടുള്ള മുജാഹദ, അതുപോലെ തന്നെ വല്ലദീന ജാഹദൂ ഫീനാ എന്ന് പറഞ്ഞ ആ മുജാഹദ, കൽബിലുണ്ടാകുന്ന എന്തൊക്കെയുണ്ട്, കിബർ, ഹസദ് തുടങ്ങിയ മാലിന്യങ്ങൾ ദൂരപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുജാഹദ നടക്കുകയാണെങ്കിൽ നമുക്കുള്ള എന്താകും, കിട്ടുന്ന ഈ ഹദീസിലൂടെ, ഖുർആനിലൂടെ, തഫ്സീറിലൂടെ, മറ്റ് ഗ്രന്ഥങ്ങളിലൂടെ നമ്മുടെ കൽബിൽ കടന്നു വരുന്ന ദീനിയായ ആശയങ്ങൾ അത് ഹക്കുൽ യഖീനായി ഉറപ്പിച്ചു തരാൻ എന്താക്കും, അല്ലാഹു തആല അതിനെ മുതവല്ലിയായി മാറും. ഉദാഹരണം നമ്മളെ ഏറ്റി കൊടുത്തു എന്നാണ്. ഏറ്റിയ സിയാദത്താര മക്കളെ ചേർത്തത് അള്ളാഹിനെ പള്ളിയാണ്. ആ മനുവിനപ്പുറം ചേർത്ത് കൊടുത്തു. അപ്പൊ അവർ ചെയ്യാനുള്ള പണി ചെയ്തപ്പോൾ സമ്മാനമായിട്ട് അല്ലാഹു തആല കൊടുത്തത് അങ്ങോട്ട്. അപ്പൊ ഞാനിപ്പോൾ ഈ അവസരത്തിൽ പറഞ്ഞു വരുന്നത് എന്താണ്, നമ്മളെല്ലാവരും ഒരാളെ മാത്രം ഉപദേശിക്കുകയല്ല, തടി മറന്നുകൊണ്ടുള്ള ഉപദേശമല്ല, ഇത് ഹക്കാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കേട്ട് മതിയാക്കിയാൽ പറ്റൂല, അതിനെ വീണ്ടും വീണ്ടും അതിനെന്താണോ തടസ്സമുണ്ടാകുന്നത് മുഴുവനും ജയിച്ചു മായ്ച്ച് കളഞ്ഞിട്ട് ദിക്റിന്റെ അൻവാറുകൾ എന്താക്കണം, കൽബിനെങ്കിൽ ഉടമൂലമാകണം. ദിക്റിന്റെ അൻവാറുകൾ തെളഞ്ഞാൽ എന്താകും, കൽബിനെല്ലാം കണ്ണാടി പോലിക്കിട്ട് വന്നു, കൽബിലേക്ക് നിറഞ്ഞു വന്നുകൊള്ളൂ. അവ ചൊല്ലുന്ന അദ്കാറുകൾ, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മനസ്സ് തട്ടിക്കൊണ്ടുള്ളത് മനസ്സിന് പുതിയ അഹ്വാലുകൾ സൃഷ്ടിക്കാൻ പറ്റുന്ന തരത്തിലാവണം. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫലാഹിന്റെ അടിസ്ഥാന തത്വത്തിൽ ഒന്നാം നമ്പർ എന്തുണ്ട്, ഈമാൻ നമ്മുടെ ഉണ്ടിരിക്കുന്ന ചുരുക്കത്തിൽ. എന്തുകൊണ്ടല്ല ഈമാൻ? അതറിയാം, ബില്ലാഹി ബില്ലാഹി വലായികത്തിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വശർരിഹി. അതിന്റെ പ്രധാനപ്പെട്ട അർക്കാനുണ്ടും ബികുല്ലി മാ ജാഅ ബിഹി എന്തായാൽ അങ്ങോട്ട് കൊണ്ടിരിക്കുന്നു. കുല്ലു മാ ജാഅന്റെ മൊത്തത്തിൽ എന്ത് കൊണ്ടു, ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സുന്നത്ത്. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട തൂണുകളാണ് ബില്ലാഹി വലായികത്തിഹി വകുതുബിഹി വറുസുലിഹി എന്ന് പറഞ്ഞു വന്നത്. അതുകൊണ്ട് തീർന്നിട്ടില്ല. അതിൽ ഓരോ ജുസിയാത്തുകൾ വരും. ഓരോ ജുസിയാത്ത് വന്നാൽ എന്താക്കും, ഒന്നെങ്കിൽ അള്ളാഹിലേക്ക് മടങ്ങും, അല്ലെങ്കിലോ മലായികത്തിലേക്ക് മടങ്ങും, അല്ലെങ്കിലോ കുത്തുബിലേക്ക് മടങ്ങും, അല്ലെങ്കിൽ റുസൂലിലേക്ക് മടങ്ങും, അല്ലെങ്കിൽ പരലോകത്തിലെ സംഗതി ആയിരിക്കും, ഏതെങ്കിലും ഒന്നിലേക്ക് മടങ്ങും. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞിടത്തോളം കങ്കുളിച്ചം പറഞ്ഞു നോക്കാം. ആകെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, എല്ലാത്തിൻ്റെയും പരമമായ ലക്ഷ്യം അൽ ഫലാഹ്. ഫലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഫൗസു വൻ നജാത്തു വൽ ബഖാഉ ഫിൽ ഖൈർ. വിജയം, രക്ഷ, ഖൈറിൽ തന്നെ എന്നെന്നും കഴിഞ്ഞുകൂടൽ. ഇസ്മുൻ ജാമിഉൻ ലി ഖൈരി ഫി ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ ഖൈറിന്റെയും ഒറ്റ വാക്കാണേത് അൽ ഫലാഹ്. ഈ ഫലാഹാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ പാതയത് അല്ലാഹുവിൻ്റെ ദീൻ. അതിൻ്റെ പ്രവർത്തനം ഏതാ? ഫലാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സ, വാച, കർമ്മണം, നമ്മുടെ അഹ്വാലുകൾ, അഖ്വാലുകൾ, അഫ്ആലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിപ്പിച്ച് പറഞ്ഞ കുറേ മൂല്യങ്ങളുണ്ട്, കുറേ പ്രവർത്തനങ്ങളുണ്ട് എന്നൊന്നും. അതിനെന്താക്കണം, പ്രാവർത്തികമാക്കാനുള്ളത് പ്രാവർത്തികമാക്കുകയും വർജിക്കാനുള്ളത് വർജിക്കുകയും ചെയ്തതിലേക്ക് അടങ്ങി എന്തെങ്കിലും എത്തിയത്. അതിന് അടിസ്ഥാനപരമായിട്ട് ഒന്നെന്ത്, അൽ ഈമാൻ. 2 അൽ ഈമാൻ ബില്ലാഹി എന്ന് മാത്രം പോരാ, അൽ ഈമാൻ മൊത്തത്തിൽ. 2 തഖ്വല്ലാഹി തആല. 3 ഇബ്തിഗാഉൽ വസീല. 4 അൽ മുജാഹദത ഫീ സബീലില്ലാഹ്. അതിന്റെ പര്യവസാനം ലക്ഷ്യത്തിലെത്തുന്നു. ലഅല്ലകും തുഫ്ലിഹൂൻ. ഈമാനിന്റെ മേനെന്താ? ഭാഷാർത്ഥത്തിൽ മുത്തലഖു തസ്ദീഖ്. എന്തിനെ കൽബംഗീകരിച്ചാലും ശരി. ശരഈയായിട്ടോ തസ്ദീഖുർ റസൂലി ബികുല്ലി മാ ജാഅ ബിഹി വഉലിമ മിനദ്ദീൻ ബിദ്ദറൂറ. തസ്ദീഖിന്റെ മേനെന്താ? അൽ ഇഅ്തിഖാദുൽ ജാസിമുൽ മുതാബിഖു ലിൽ വാഖിഇ അൻ ദലീലിൻ. അൻ ദലീലിൻ എന്ന് പറഞ്ഞതിൽ നിന്ന് അത് ഉസൂലാണോ ഫുറൂആണോ ചർച്ച ചെയ്തിട്ട് അത് ഫുറൂഇയാത്തിൽ പെട്ടതാകുന്നു. കഴിവുള്ളവന്റെ മേൽ അത് വാജിബാകുന്നു, കഴിവില്ലാത്തവന് അവൻ മാഫൂമാകുന്നു എന്ന് വന്നു. അപ്പോൾ നമ്മളെല്ലാം അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് കഴിവുള്ള കൂട്ടത്തിലാണ് എന്ന് ഞാൻ പറയുകയും ചെയ്തു. അങ്ങനെ തന്നെ സംഗതിയുള്ളത്. പക്ഷെ നമ്മൾ ഉപയോഗപ്പെടുത്താത്ത തെറ്റ് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും എന്താക്കണം, അക്കലും നക്കലും കൊണ്ട് സ്ഥിരപ്പെടുത്തണം. അപ്പോൾ ഇതിന്റെ മറാത്തിബ് അതാണ് എന്താ പറയുക, യഖീൻ. യഖീനാകുന്ന അവസരത്തിൽ എന്താ യഖീൻ്റെ അർത്ഥം? തളം കെട്ടി നിൽക്കുന്നൊരു വസ്തു. ഈ ആശയത്തിന്റെ വസ്ഫാണ് യഖീൻ.
തങ്ങൾ കൊണ്ടുവന്നത് ഹക്കാണ് എന്നുള്ള ആശയം നമ്മുടെ മനസ്സിൽ നീങ്ങിപ്പോവാതെ തളം കെട്ടി കിടക്കുന്നു എന്നാണ് യക്കീന്റെ വായന. ആ യക്കീൻ എത്ര ഗ്രേഡുണ്ട്? ഇൽമുൽ യക്കീൻ, ഐനുൽ യക്കീൻ, ഹഖുൽ യക്കീൻ. ഇൽമുൽ യക്കീൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ തക്ലീദ് ചെയ്ത് കൊണ്ടിട്ട് അംഗീകരിച്ചു പോരുന്നു. ദലീലോടുകൂടി അത് സ്ഥാപിക്കപ്പെട്ടതാണെങ്കിൽ ഐനുൽ യക്കീനായി. അതെന്താക്കി? അനുഭവത്തിൽ അതവന്റെ മാധുര്യം അവൻ ആസ്വദിക്കരുത്. അതിങ്ങൊരു ഘട്ടമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സലാസുൻ മൻ കുന്ന ഫീഹി, അല്ലേ? സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ എന്നാ പറഞ്ഞത്. 3 കാര്യം ഒരാളിനുണ്ടായാൽ വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ ഹലാവത്ത് ആസ്വദിച്ചു കഴിഞ്ഞു എന്നാ പറഞ്ഞത്. ഈ 3 കാര്യം ഈമാനിന്റെ ഹലാവത്ത് ആസ്വദിച്ച വ്യക്തിയുടെ ലക്ഷണമാണോ എന്നാണ് ബാദ് മുഫസ്സിരീങ്ങൾ പോയത്. അല്ല, ഈ 3 കാര്യം ഇവനെന്താക്കണം? ഇവനെ കസബ് കൊണ്ട് ആർജിച്ചെടുത്താൽ ഹലാവത്തിന് ഈമാൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നായിരിക്കും അതിനർത്ഥം. ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാം. മനസ്സിലായില്ല? സലാത്തും മൻകുന്ന ഫീഹി, 3 കാര്യം പറയുന്നു. ആ 3 കാര്യം ഒരാളിൽ ഉണ്ടായാൽ, എന്നുവെച്ചാൽ ഉണ്ടാക്കി തീർത്താൽ, വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ ഹലാവത്തിന്റെ ഹഖുൽ യഖീനായി അവന്റെ മനസ്സിൽ ഈമാന്റെ ഹലാവത്ത് ആസ്വദിക്കുക. ഇത് നോക്ക്, ഈ സാധനം എന്താന്നാ പറയുന്നത്? അതിലുള്ളതാണോ ഇല്ലാത്തതാണോ പറഞ്ഞത്? ഇല്ലാന്നാ എന്താ തെളിവ്? അല്ല, ഉണ്ടെന്നാ പറയുന്നത്. ഉണ്ടെന്ന് ഞാനിപ്പോൾ അംഗീകരിക്കണമെങ്കിൽ മദനി പറഞ്ഞുകൊണ്ടെന്ന് പറയാം. തക്ലീദാണ്. ഇവിടെ പഞ്ചസാര ബോട്ടലും മറ്റേ സ്പൂണെല്ലാം കാണുന്നുണ്ട്, അപ്പൊ ഇത് ഇട്ടിട്ടുണ്ടാവണം എന്നുള്ള ദലീലാണെങ്കിൽ 2ാം ഗ്രേഡാണ്. അപ്പൊ നിങ്ങൾ പിൻവലിച്ചാലും ഇത് രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ എന്താക്കും? അതിലുണ്ടാവാൻ സാഹചര്യ തെളിവുകൾ പോട്ടെ. നിങ്ങൾ 2 പോ എന്നെങ്കിൽ 2 പോ. ഇതാ വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ ഹലാവത്ത് ആസ്വദിച്ച വ്യക്തിയായി. അപ്പൊ ഈ താഴെ പറയുന്ന 3 കാര്യം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് അതുണ്ടാക്കാൻ പടിപ്പെട്ട് കഴിഞ്ഞാൽ എന്താകും? ഹലാവത്തുൽ ഈമാൻ, ഹഖുൽ യഖീൻ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാ പറഞ്ഞത്. അല്ല, ഹഖുൽ യഖീൻ കിട്ടിയാലുള്ള ലക്ഷണമാണ് ഈ താഴെ പറയുന്നത്. അങ്ങനെ തിരിച്ചും വെക്കാം. എന്താ 3 അയ്യഖൂന അല്ലാഹു വറസൂലുഹു ഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ 2 പേരും അല്ലാത്ത മറ്റെല്ലാ വസ്തുക്കളെക്കാളും ഏറ്റവും മഹബത്ത് അവരോടായിരിക്കണം. എന്നുവെച്ചാൽ ഏറ്റവും വലിയ മഹബത്ത് വെക്കാവുന്ന അവസ്ഥ നീ കരസ്ഥമാക്കണം എന്നാകാം. അല്ല, ഹലാവത്തുൽ ഈമാൻ ആസ്വദിച്ച വ്യക്തിക്ക് ഈ ലക്ഷണമാണ് ഉണ്ടാവുക എന്ന് പറയാം. 2ാമത്തേതോ ഈമാൻ അല്ലെങ്കിൽ ഇസ്ലാമിലേക്കുള്ള ഹിദായത്ത് അല്ലാഹു തആല ചെയ്ത ഏറ്റവും വലിയ നിഅമത്താണ്. ആ നിഅമത്ത് നീങ്ങിപ്പോവുക എന്നുള്ളത് തീരേക്ക് വീഴുന്നതിനേക്കാണ് ഭയാനകമായി കാണുക. ഇതിനാക്കി നീങ്ങിപ്പോകുന്നതിനേക്കാണ് നല്ലത് തീരേക്ക് വീഴലായിരുന്നു എന്ന് കാണുമ്പോൾ അത്രമാത്രം അതിന് മൂല്യം കൽപ്പിച്ചു എന്ന അർത്ഥം ഉണ്ടായിരുന്നു. 3ാമത്തെന്ത് പറഞ്ഞു? അയ്യുഹിബ്ബൽ മർഉ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നു. എന്തിന്? അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നു, മറ്റൊരു കാര്യത്തിന് സ്നേഹമല്ല. ഈ 3 കാര്യം അവിടെ കണ്ട. വജദ ഹലാവത്തൽ ഈമാൻ, ഈമാൻ എന്ന കൂട്ടത്തിൽ ഹലാവത്ത് ചേർത്താണ്ടില്ലേ? ആലിമീങ്ങളെ ഭാഷയിൽ പറഞ്ഞാലൂടെ ഹലാവത്ത് എന്താ സാധനം വന്നിട്ട് ഈമാനിനെ ഒരു തേനിനോട് ഉപമിച്ചിരിക്കുന്നു. ഒരു തശ്ബീഹ് ഉണ്ട് അതിനുള്ള അകത്ത്, അല്ലേ? പക്ഷേ മുശബ്ബഹ് ബിഹിയെ പറഞ്ഞില്ല, തേനെന്ന് പറഞ്ഞില്ല. തേനിനുള്ളൊരു വസ്വാണേത് ഹലാവത്ത്. ആ പകരം ഈ ഹലാവത്ത് എടുത്തിട്ട് ചേർത്തു. അതിനെന്താ പറയല്? ഇസ്ഹാറത്ത് ബീൽക്കീനായാണ്. അതേപോലെ ഓതാൻ പോകുന്ന ഓതിയാക്കി അത് ഓർമ്മിപ്പിക്കാണ്. ഈ സ്നാറത്തും ബിൽക്കീനായ തേനിനോട് ഉപമിച്ചിട്ടാണ് ഹലാവത്ത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ തേനിനോട് ഉപമിച്ചു ആരെ? ഈമാനിനെ. ഈ തേനിലുള്ള മധുരമാണ് ഇപ്പോഴത്തെ ചേർത്തത്. ഹലാവത്തൽ ഈമാൻ മുശബ്ബഹ് ബിഹിന്റെ ഒരു ലാസിമായ ഉസ്ബത്തിന്റെ മുശബ്ബഹിന് ചേർത്ത് കൊടുത്ത് തേനങ്ങ് കൂടെ കളഞ്ഞു. ഇത് ആസ്വദിക്കില്ല. പിന്നെ തേനെന്തുമല്ല ആസ്വദിക്കില്ലല്ലേ? അത് അതിന്റെ മറ്റൊരു വസ്തു. അപ്പൊ ഹഖുൽ യഖീനായ ആസ്പദനം എന്നുള്ളത് ഉണ്ടാവണമെങ്കിൽ ഈ താഴെ പറയുന്ന കാര്യം ഉണ്ടാക്കിയേ പറ്റും. അപ്പൊ കേട്ട് മതിയാക്കിയിട്ട് ഇങ്ങനെ ഞാൻ കോട്ട് വാങ്ങിയാൽ അത് കോട്ടൊന്നല്ല കോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മ അങ്ങനെ നടിച്ചു നടന്നാലൊന്നും പോരാന്ന് പറയാൻ. അവിടെ എല്ലാ സാദിയാക്കളും സ്വഹദാക്കളാകണമെന്നാണ് ഈ അവസരത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനുള്ളത്. അപ്പം നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞു, ബാങ്കിനെടുത്തിരിക്കുന്നു.
ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി പരമ്പര വിശന്തൊക്കെയോ പറയാനുണ്ട്. ഇത് തഖ്വല്ലാഹി പറയാനുണ്ട്. അത് തഖ്വല്ലാഹി കൂടെ കൂട്ടണേ എന്ന് ചില ഉസ്താദുമാർ പറഞ്ഞെങ്കിലും സമയം തികയാത്തത് കൊണ്ട് ഇത് തൊട്ടാറാവില്ല. തഖ്വല്ലാഹി ഉണ്ട്. ഇബ്തിഗാഉൽ വസീലയിൽ എന്താണ് വസീല, എങ്ങനെ ഇബ്തിഗാഉൽ വസീല എന്ന് പറഞ്ഞൊക്കെ കുറേ നീട്ടി പറയേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഇതിന് തുടക്കം കുറിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കൊണ്ട് പറയിച്ചതും നിങ്ങൾക്ക് കേൾപ്പിച്ചതുമായ മുഴുവൻ കലിമാത്തുകളും അള്ളാഹുവിന് പൊരുത്തപ്പെടുന്ന നാഫിയായ ഇൽമിന്റെ പട്ടികയിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അതിന് വേണ്ടി എല്ലാവിധത്തിലുള്ള സവാബും അതിൻ്റെ അല്ലാഹുവിൻ്റെ പ്രത്യേക ദിവാനും നമ്മളിലേക്ക് ചൊല്ലി തരുമാറാവട്ടെ. ആമീൻ. നാഫിയായ ഇൽമ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന മാതാക്കളിൽ നമ്മളെല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ ഫാത്തിമത്ത് അല്ലാഹു തആല മുഫ്ലിഹീങ്ങളുടെ കൂട്ടത്തിലാക്കി തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കി ഒരു